അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, പരിശുദ്ധ ഇസ്ലാമിൻ്റെ പേരിൽ ലോകത്തുള്ള ബിദ്അത്തിന്റെ ആളുകൾ നടപ്പിലാക്കിയ ഏറ്റവും വലിയ പുത്തനാചാരങ്ങളിൽ ഒന്നാണല്ലോ നബിദിനാഘോഷം. ഇതൊരു ബിദ്അത്തായ ആചാരമായതുകൊണ്ട് തന്നെ ഇതിൻ്റെ രൂപവും ഭാവവും മട്ടും മാതിരിയുമെല്ലാം ഓരോ വർഷവും മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം കണ്ട രൂപത്തിലും കോലത്തിലും ആയിരിക്കില്ല ഈ വർഷം നബിദിനാഘോഷം കാണാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ വർഷം എങ്ങനെയാണോ ആ രൂപത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടായിരിക്കും, അല്ലെങ്കിൽ പുതിയ പുതിയ ഭാവങ്ങളും രൂപങ്ങളുമായിട്ടായിരിക്കും അടുത്ത വർഷം കാണാൻ പോകുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ബിദ്അത്തിന്റെ പേരിലുള്ള പല കൂത്താട്ടങ്ങളും നമ്മുടെ മുന്നിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന, സ്വഹാബത്ത് അനുവർത്തിച്ചു കാണിച്ചു തന്ന പല നിർബന്ധിത ആചാരങ്ങളും വിശ്വാസങ്ങളും ജീവിതത്തിൽ പകർത്താതെ അത് ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് ഈ പുത്തനാചാരത്തിന് പലപ്പോഴും മുന്നിൽ നിൽക്കാറുള്ളത് എന്നതാണ് കൗതുകകരം. ഈ പുത്തനാചാരത്തിൻ്റെ പോരിശയും പൊലിമയും പൊലിപ്പിച്ചു പറഞ്ഞ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച പല ആചാരങ്ങളുടെയും പല ആഘോഷങ്ങളുടെയും മുകളിലാണ് നബിദിനാഘോഷം എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വിരോധാഭാസമെന്ന് പറയട്ടെ, ഇത്രത്തോളം പോരിശയുണ്ട്, ഇത്രത്തോളം പുണ്യമുണ്ട് എന്ന് ഇവന്മാർ ജൽപ്പിക്കുന്ന ഈ നബിദിനത്തിൻ്റെ ദിവസം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു എന്ന് പറയുന്ന ദിവസത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്, അതിൽ അഭിപ്രായ ഭിന്നതയുണ്ട് എന്നും ഇവന്മാർ തന്നെയാണ് പറയുന്നത്. ആദ്യം തന്നെ നബിയുടെ ജനന തീയതിയിലുള്ള അഭിപ്രായ വ്യത്യാസം ഇവർ പറയുന്നതൊന്ന് കാണുക. വഖീല ലൈലത്തുൽ അവ്വലി, റബീഉൽ അവ്വൽ ഒന്നാം രാത്രിയിൽ ആണെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. റബീഉൽ അവ്വൽ 1-ന്റെ രാത്രിയാണ്. അവിസാലിത്തി, റബീഉൽ അവ്വൽ 3-ന്റെ രാത്രി, 3-ാം രാത്രി. അബിൽ ആശിരി, റബീഉൽ അവ്വൽ 10-ന്റെ രാത്രി. ഔ ഹീന ഖലത്തിൽ ലൈലത്താൻ, അല്ലെങ്കിൽ റബീഉൽ അവ്വൽ 2-ന്റെ രാത്രിയാണ്. റബീഉൽ അവ്വൽ 2-ാം രാവ് തീരുന്ന സമയം എന്ന് പറഞ്ഞാൽ 2-ാം രാവ് തീരാറായ സമയം റബീഉൽ അവ്വൽ 2-നാണ് എന്ന് അഭിപ്രായമുണ്ട്. അപ്പോൾ റബീഉൽ അവ്വൽ 1, 2, 3, 10 ഇതൊക്കെ അഭിപ്രായമായി. ഔ ലൈലത്ത, പിന്നെ 7 പറഞ്ഞല്ലോ നമ്മൾ. ഔ ലൈലത്ത സാദിസ അശറ, അല്ല റബീഉൽ അവ്വൽ 16-നാണ്. അവിസാബി അശറ, റബീഉൽ അവ്വൽ 17-നാണ് എന്നും അഭിപ്രായം. അവിസാബിന അശറ, റബീഉൽ അവ്വൽ 18-നാണ് എന്നും അഭിപ്രായം. അവിൽ ഇശ്രീന മഅഹസിൻതാൻ, അല്ലെങ്കിൽ 20, 2 കൂടിയ 20, അപ്പൊ 22. അപ്പൊ റബീഉൽ അവ്വൽ 22-നാണ് എന്നും അഭിപ്രായമുണ്ട്. കുറെ അഭിപ്രായമായി. അപ്പൊ എങ്ങനെ പല അഭിപ്രായമായത്? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതിന്റെ തീരുമാനാവാതായി പോയത് എന്ന് ചിലർക്ക് സംശയമുണ്ട്. അതിന് മറുപടി പണ്ഡിതന്മാരെന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചപ്പോ പ്രവാചകരാകുന്ന നാട്ടുകാരൊന്നും മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് ഇത് പ്രവാചകനായിട്ട് വരും, ഭാവിയിൽ ഇങ്ങനെയൊക്കെ ആകുന്നു പലരും മനസ്സിലാക്കാത്തതുകൊണ്ട് അത് എഴുതി വെച്ചില്ല. ഓർമ്മയുള്ളവര് കുറെ കാലം കഴിയുമ്പോൾ മറന്നു പോകുമല്ലോ. അതുകൊണ്ട് പല അഭിപ്രായങ്ങൾ പറ്റ പറഞ്ഞില്ല. ചെറിയ അഭിപ്രായങ്ങളൊക്കെ 12 എന്നുള്ളത് ഇങ്ങോട്ട് വന്നല്ലോ. അഭിപ്രായങ്ങൾ പലതും വരാൻ കാരണം പലർക്കും അത് തീർപ്പായില്ല, എഴുതി വെച്ചില്ല. എന്നാ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച് പ്രവാചകരൊക്കെ ആയ ശേഷം റസൂലുള്ളാഹിക്ക് തീരുമാനം പറഞ്ഞൂടെ, ഞാൻ ജനിച്ചത് കൂട്ടരെ 12-നാണ്, അത് നിങ്ങൾ എല്ലാവരും അന്ന് പിന്നെ മൗലൂദൊക്കെ ഓതിയാണ്ട് അന്ന് ആഘോഷം നടത്തിക്കോളി, നബിദിനാഘോഷം നടത്തിക്കോളി പറഞ്ഞെടുത്തൂടെ എന്ന്. അതിനൊക്കെ ചർച്ച വരുന്നുണ്ട്. മൗലിദുൽ ഹുസൈനി അങ്ങനെ ബടായി പറഞ്ഞാൽ പോണ മൗലിദല്ല. ആ ചർച്ചക്ക് മൗലിദുൽ ഹുസൈനി പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്തുള്ള നബിദിനാഘോഷം അത് വർഷത്തിലൊരിക്കൽ റബീഉൽ അവ്വലിൽ മാത്രമായിരുന്നില്ല. നമ്മളെ നബിദിനാഘോഷം വർഷത്തിലൊരിക്കൽ റബീഉൽ അവ്വൽ 12-ന് മാത്രം, അപ്പുറത്തൊന്നുമില്ല. റബീഉൽ അവ്വലിന്റെ അപ്പുറത്തേക്ക് ഏതായാലും ഇല്ല. അങ്ങനെയല്ല നബി തങ്ങളെ കാലത്ത് മേലാഘോഷം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അറിഞ്ഞപ്പോ മുത്തനബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്നതും കേൾക്കുന്നതും പറയുന്നതും വിചാരിക്കുന്നതും ഒക്കെ മഹാ അത്ഭുതങ്ങൾ. എന്താണ് ആ അവസ്ഥകൾ? നല്ലൊരു കറാമത്തുള്ള വലിയൊരു വലിയനെ നമുക്ക് കിട്ടിയാൽ ആ വലിയന്റെ കൂടെ, ആ വലിയനെ കണ്ടുകൊണ്ടിരിക്കുന്നവര്, ആ വലിയന്റെ സംസാരം കേൾക്കുന്നവര്, ആ വലിയന്റെ കൂടെ നിസ്കരിക്കുന്നവര്, ആ വലിയന്റെ കൂടെ നടക്കുന്നവര്, അവർക്ക് ഒഴിവുണ്ടാകും. അവർക്ക് എന്തെല്ലാം അത്ഭുതങ്ങൾക്ക് അവർ സാക്ഷിയാവും. അവരെ മനസ്സിൽ കേൾക്കുന്നതിനേക്കാളും കാണുന്നതിനേക്കാളും അവരെ മനസ്സിൽ എന്തെല്ലാം മന്ത്രിച്ചുകൊണ്ടിരിക്കും, മനസ്സിൽ എന്തെല്ലാം മന്ത്രങ്ങൾ ഉണ്ടാവും. ഫുൾ ടൈം സ്വഹാബത്തിന്റെ കാലത്ത് ഫുൾ ടൈം അള്ളാഹുവിന്റെ ഹബീബിനെ കുറിച്ചുള്ള വിചാരപ്പെടലുകളായിരുന്നു. അള്ളാഹുവിന്റെ ഹബീബിനെ കുറിച്ചുള്ള പരാമർശങ്ങളും മദ്ഹുകളും മൗലിദുകളും ആയിരുന്നു ഫുൾ ടൈം ഉണ്ടായിരുന്നത്. റബീഉൽ അവ്വൽ മാത്രമല്ല.
അപ്പൊ സഹോദരങ്ങളെ, ലോകത്ത് ഇസ്ലാം പഠിപ്പിച്ച പല പുണ്യ ദിവസങ്ങളെക്കാൾ പ്രത്യേകതയുണ്ട് എന്ന് പറയുന്ന നബിദിനം, ലൈലത്തുൽ ഖദ്റിനേക്കാൾ പ്രത്യേകതയുണ്ട് എന്ന് പറയപ്പെടുന്ന നബിദിനം, അതുപോലെ തന്നെ 2 പെരുന്നാളുകളേക്കാൾ വലിയ സംഗതിയാണ് എന്ന് പറയപ്പെടുന്ന നബിദിനം, ആ നബിദിനത്തിന് കാരണമായ നബി ജനിച്ച ദിവസത്തെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങളായി പറയണത്. ഇത് നമ്മൾ പറയില്ല. ഏതൊക്കെ ഡേറ്റുകൾ അഭിപ്രായ വ്യത്യാസം ഉള്ളത്? റബീഉൽ അവ്വൽ 1, 2, 3, 7, 10, 16, 17, 18, 20, 22 ഇങ്ങനെ പല അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ട്. മാത്രല്ല റബീഉൽ അവ്വൽ ആണോ എന്ന് പോലെ അഭിപ്രായ വ്യത്യാസമുണ്ട് മൗലിദ് കിതാബില്. ഇത്ര വലിയ പുണ്യമാക്കപ്പെട്ട പൂരിശിയാക്കപ്പെട്ട ഈ ദിവസത്തിന്റെ കാര്യത്തിൽ എങ്ങനെ അഭിപ്രായ ഭിന്നത വന്നു എന്നതിനെ ഈ ഖുറാഫി വ്യാഖ്യാനിക്കാണ്. ഇതാരാ? കാന്തപുരം ഉപ്പും ചോറും കൊടുത്ത് വളർത്തിയ സക്കാഫി കുട്ടിയാണ്. അപ്പൊ ദുർവ്യാഖ്യാനത്തിന് കുറവൊന്നും ഉണ്ടാവില്ല. പലതും പ്രതീക്ഷിക്കണം. പണ്ട് തൊള്ളിയിൽ നമ്മൾ പലതും കേട്ടിട്ടുണ്ട്. അപ്പൊ എന്താണ് ഇവൻ പറഞ്ഞത്? എങ്ങനെയാണ് ഈ അഭിപ്രായ ഭിന്നത വന്നു? ഓൻ വ്യാഖ്യാനിക്കുകയാണ്. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചപ്പോ ഇത് ഭാവിയിൽ പ്രവാചകനാകും എന്ന് നാട്ടുകാർക്ക് അറിയില്ലോ. അതുകൊണ്ട് നാട്ടുകാരെ ഡേറ്റ് ചെയ്ത് വെച്ചില്ല. എവിടോ ഖുറാഫി, നിങ്ങളെ മൗലിദ് കിതാബുകളിലുള്ള എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗർഭത്തിലായിരിക്കെ നബിയുടെ മാതാവിന്റെ അടുത്ത് ഓരോ മാസവും 1-ാം മാസം, 2-ാം മാസം, 3-ാം മാസം, 4-ാം മാസം, 5-ാം മാസം, 6-ാം മാസം, 7-ാം മാസം, 8-ാം മാസം, 9-ാം മാസം നബിയെ പ്രസവിക്കുന്നത് വരെയുള്ള തലേന്ന് വരെ ഓരോ പ്രവാചകന്മാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയുടെ അടുത്ത് വന്ന് സന്തോഷ വാർത്ത അറിയിച്ചു. ആദം നബി മുതലങ്ങുള്ള ഓരോ പ്രവാചകന്മാരും വന്നു, ഇതാ ജനിക്കാൻ പോകുന്നത് നബിയാണ് എന്ന സന്തോഷ വാർത്ത അറിയിച്ചു. അങ്ങനെ നബി ജനിച്ച സമയത്ത് ലോകത്തിന്റെ മുക്കിലും മൂലയിലും ലോക ജനതയെ ഞെട്ടിച്ചുകൊണ്ട് പല അത്ഭുതങ്ങളും സംഭവിച്ചു. കിസ്രയുടെ കോട്ടക്കൊത്തളങ്ങൾ പൊട്ടിത്തകർന്നു, സാവതടാകം വറ്റിവരണ്ടു. എന്തിനധികം ഈ കേരളത്തിൽ വരെ പല അത്ഭുതങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നാണ് അവൻ പറഞ്ഞിട്ടുള്ളത്. ഇത്രത്തോളം ജനങ്ങളെ അമ്പരിപ്പിച്ച, അത്ഭുതപ്പെടുത്തിയ ഒരു പ്രസവമുണ്ടായിട്ട് ആ ദിവസം നാട്ടുകാർ മറന്നുപോയി, ഓർമ്മിച്ചില്ല, രേഖപ്പെടുത്തി വെച്ചില്ല എന്ന് പറയുന്നതിനേക്കാൾ ഏറ്റവും വലിയ പൊട്ടത്തരം മറ്റെന്താണ് ഖുറാഫി? ഇനി പോട്ടെ, മക്കാർക്ക് മൊത്തത്തിൽ അൽഷിമേഴ്സ് ബാധിച്ചു, ഓർമ്മക്കുറവ് സംഭവിച്ചു, അവരെ ഡേറ്റ് തന്നെ മറന്നു കൂട്ടിക്കോളി. അല്ലെങ്കിൽ അതും വേണ്ട, ഒരു കുട്ടി ജനിച്ചാൽ അതിന്റെ തീയതി രേഖപ്പെടുത്തി വെക്കല് നാട്ടുകാരെ കടമല്ലല്ലോ, അങ്ങനെയും പറഞ്ഞു വഴിയാ. പക്ഷെ ഈ വീട്ടുകാരോ, നബിയുടെ കുടുംബക്കാരോ, മാതാപിതാക്കളോ, മറ്റുള്ള ബന്ധുക്കളോ അവരെന്തുകൊണ്ട് ഈ ദിവസം രേഖപ്പെടുത്തി വെച്ചില്ല? ചോദ്യങ്ങൾക്ക് ഖുറാഫിക്ക് ഉത്തരം ഉണ്ടാവില്ല. ഇനി ഓൻ തന്നെ പറയാണ്, ഇതൊക്കെ പോട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായതിനു ശേഷം നബിക്ക് പറഞ്ഞുകൂടായിരുന്നോ ഞാൻ ജനിച്ചത് റബീഉൽ അവ്വൽ ഇന്ന ദിവസമാണ് എന്ന് പറഞ്ഞുകൂടായിരുന്നോ? എന്തുകൊണ്ട് പറഞ്ഞില്ല? എന്നിട്ട് ഓൻ പറയാണ്, അതിലേക്കൊക്കെ ചർച്ച വരുന്നുണ്ട്, മൗലിദുൽ ഹുസ്നൈനിൽ തെളിവുണ്ട്. മൗലിദുൽ ഹുസ്നൈൻ അങ്ങനെ ബടായി പറഞ്ഞു പോണ സാധനമല്ല. ഏതാണോ മൗലിദുൽ ഹുസ്നൈന്? ബുഖാരി മുസ്ലിം പോലെ ഹദീസ് ഗ്രന്ഥമല്ല. ഈ പടുപൊട്ടൻ ഖുറാഫി കുത്തിക്കുറിച്ച കീറ കിതാബ്, അതിനാണ് ഈ മൗലിദുൽ ഹുസ്നൈൻ ഓൻ തന്നെ പറയണത്. അളിയങ്ക നല്ല തല്ലേരനാണെന്ന് പറഞ്ഞല്ലോ. ആര് പറഞ്ഞു? അളിയങ്കന്നെ എന്ന് പറഞ്ഞവർ അബ്ബ എല്ലാ പൊട്ടത്തരം പറയും. ഇപ്പൊ ഓരോ ദുർവ്യാഖ്യാനം നടത്തും. അതിനൊക്കെ തെളിവ് ബടായി പറയില്ല, മൗലിദുൽ ഹുസ്നൈനിലുണ്ട്. ഏത് മൗലിദുൽ ഹുസ്നൈൻ? ഇവൻ തന്നെ ഉണ്ടാക്കിയ സാധനം. എന്താ ഈ കീറ കിതാബിലുള്ള തെളിവ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് എല്ലാ ദിവസവും നബിദിനാഘോഷമായിരുന്നു. ഇത് റബീഉൽ അവ്വലിൽ മാത്രം ഉണ്ടായ ഒരു സംഗതിയല്ല. റബീഉൽ അവ്വൽ 12-നോ 15-നോ 20-നോ മാത്രമല്ല, എല്ലാ ദിവസവും സഹാബത്തിന് തന്നെ പണി. കൊല്ലത്തിൽ 364 ദിവസവും നബിദിനാഘോഷിക്കലെന്നെ സഹാബത്തിന് പണി. അപ്പൊ ആ തിരക്കിന്റെ ഇടയിൽ കൂടി, കല്യാണത്തിന്റെ ഇടയിൽ കൂടി കാനോത്ത് മറന്നു എന്ന് പറഞ്ഞ മാതിരി ഈ എന്നും നബിദിനാഘോഷിക്കണ തിരക്കിന്റെ ഇടയിൽ കൂടി ഈ ഡേറ്റ് തന്നെ സഹാബത്തും നബി മറന്നു എന്നാണ് ഈ പൊട്ടൻ പറഞ്ഞു വരുന്നത്. സഹോദരങ്ങളെ, ഇങ്ങനെയൊക്കെ അബ്ബമാര് മുക്കി മൂളി ഒപ്പിക്കണ ഈ നബിദിനുണ്ടല്ലോ, ഈ നബിദിനാഘോഷം ഉണ്ടല്ലോ, എന്നാൽ ഈ നബിദിനാഘോഷത്തിന് ഷറയിൽ പ്രത്യേകിച്ച് പുണ്യമൊന്നുമില്ല എന്നാണ് വേറെ ഖുറാഫി നേതാവ് പറയുന്നത്. കേട്ടോളി. മറ്റു നബിമാരുടെയോ സ്വഹാബികളുടെയോ ജന്മദിനം എന്തുകൊണ്ട് ആഘോഷിക്കുന്നില്ല? എന്തുകൊണ്ട് ആഘോഷിക്കുന്ന ജന്മദിനം ആഘോഷിക്കുക എന്ന് പറയുന്നതായി ഒരു നടപടി, ഒരു സൽക്കർമ്മ ഷറഅ് പഠിപ്പിക്കുന്നില്ല. ജന്മദിനം ആഘോഷിക്കുക എന്ന് പറയുന്നത് ഓരോ നാടിന്റെ ആചാരമാണ്. ജന്മദിനം ആഘോഷിക്കൽ ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ ഓരോരുത്തരും അവനവന്റെ കുട്ടികളുടെ തന്നെ ജന്മദിനം, ബർത്ത്ഡേ എന്ന് പറഞ്ഞ നിലക്ക് ആഘോഷിച്ചു വരുന്നു. ഈ ബർത്ത്ഡേ ആഘോഷിക്കുക എന്ന് പറയുന്നത് ഷറഇന്റെ കാഴ്ചപ്പാടിൽ ഒരു പുണ്യമുള്ള കാര്യമല്ല. ഒന്ന്. രണ്ടാമത്തെ കാരണം, മറ്റു നബിമാരുടെ ഒന്നും ജന്മദിനം നമുക്ക് കൃത്യമായി ലഭിച്ചിട്ടില്ല. ഇന്ന ദിവസമാണ്, ഇപ്പോഴാണെന്ന് കിട്ടിയിട്ടില്ല. 3. ആ നബിദിനങ്ങളൊന്നും ആഘോഷിക്കുന്നത് കൊണ്ട് ഷറഇയായി പ്രത്യേകമായ ഒരു നേട്ടം നമ്മൾ കാണുന്നില്ല. ഇതാരാണ് ആള്? ഇത് സംസ്ഥാന സുന്നിയുടെ നേതാവ് നജീബ് മൗലവി. അതായത് കാന്തപുരം സമസ്തയിൽ കാന്തപുരത്തിലുള്ള സ്ഥാനം.
EK സമസ്തയിൽ ജിഫ്രി കോയക്കുള്ള സ്ഥാനമാണ് സംസ്ഥാന സമസ്തയിൽ ഈ നജീബ് മൗലവിക്കുള്ളത്. വലിയ അറിവാളനാണ്, വലിയ മുഫ്തിയാണ്, വലിയ ഷെയ്ഖുനെയാണ്, വലിയ മൗലാന എന്നൊക്കെയാണ് അനുയായികള് പറഞ്ഞു പൊലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല സലഫികളെ നേരിടാനുള്ള പല കള്ള ദുർവ്യാഖ്യാനങ്ങളും ഇയാളിൽ നിന്നാണ് EK ഖുറാഫികളും കാന്തപുരം ഖുറാഫികളും കോപ്പി അടിക്കാറുള്ളത്. ഇയാളാണ് പറയണത് എന്ത് ചോദ്യമാണ്, ഈ മറ്റു നബിമാരുടെയോ സഹാബിമാരുടെയോ ജന്മദിനം നമ്മൾ എന്തുകൊണ്ട് ആഘോഷിക്കുന്നില്ല? അതിന് മറുപടി എന്താണ് ഈ പറയണത്? ജന്മദിനം ആഘോഷിക്കുക എന്ന ഒരു നടപടി അല്ലെങ്കിൽ ഒരു സൽക്കർമ്മം അത് ശറഹ് പഠിപ്പിക്കുന്നില്ല. ഇതല്ലേ ഖുറാഫി ഞങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇത് ഇസ്ലാമിലില്ലാത്തതാണ്, പുത്തനാചാരമാണ്. ശറഹ് പഠിപ്പിച്ചിട്ടില്ല, ദീന് പഠിപ്പിച്ചിട്ടില്ല, റസൂലുള്ള കാണിച്ചു തന്നിട്ടില്ല, സഹാബത്ത് ചെയ്തിട്ടില്ല. ഇതല്ലേ ഞങ്ങൾ ഈ അലമുറയിട്ട് പറയുന്നത്? ഇത് പറയുമ്പോഴല്ലേ വഹാബിക്ക് നബിനോട് സ്നേഹമില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ മണ്ടക്കങ്ങൾ കേറുന്നത് അല്ലേ? തീർന്നില്ല, മൂപ്പര് പറയണത് ഈ ജന്മദിനാഘോഷം എന്ന പരിപാടി ശറഹ് പുണ്യമായി പഠിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഓരോ നാടിന്റെ ആചാരങ്ങളാണ്. കഴിഞ്ഞില്ല, മറ്റു നബിമാരുടെ ജന്മദിനം എന്തുകൊണ്ട് ആഘോഷിക്കുന്നില്ല എന്നുള്ള ചോദ്യം. അതിന് മൂപ്പര് മറുപടി, മറ്റു നബിമാരുടെ ജന്മദിനം കൃത്യമായി നമുക്കറിയില്ല. അപ്പൊ റസൂലുള്ളാഹിന്റെ ജന്മദിനം കൃത്യമായിട്ട് അറിയില്ല, മറ്റു നബിമാരുടെ ജന്മദിനം നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇത് ഇങ്ങനെ ഒരു ഖുറാഫി നേതാവ് പറയുമ്പോ വേറെ ഖുറാഫി നേതാവ് പറയുന്നത് ആദം നബിന്റെ അടക്കം ജന്മദിനം നമുക്കറിയാം, നമ്മൾ ആഘോഷിക്കാറുണ്ട്. കേട്ടോളി. പിന്നെ നബിദിനത്തിന് പ്രത്യേകത ഉണ്ടെന്നുള്ള വിഷയത്തിൽ ആർക്കും തർക്കമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരാൾക്കും തർക്കമില്ല. കാരണം 52 ദിവസം ആദം നബിന്റെ ജന്മദിനാഘോഷം കൊണ്ടാടുന്നവരാണ് എല്ലാ സംഘാടകരും. 52 ദിവസം ഒരു കൊല്ലത്തിൽ 52 ദിവസം മുത്തുനബിന്റെ ജന്മദിന ബഹുമാനം കൊണ്ടാടുന്നവരാണ് കക്ഷിപക്ഷ ഭേദമന്യ വിശ്വാസികൾ മുഴുവനും. കാദിയാനികളെ മുസ്ലിമുകളായിട്ട് നമ്മൾ അംഗീകരിക്കുന്നില്ല, പക്ഷെ അവരും 52 ദിവസം ആദം നബിന്റെ ജന്മദിനം കൊണ്ടാടുന്നുണ്ട്. ഒരു 52 ദിവസം റസൂലുള്ളാഹിന്റെ ജന്മദിനം കൊണ്ടാടുന്നുണ്ട്. വെള്ളിയാഴ്ച നമ്മൾ ഒരുമിച്ച് കൂടെ എന്താ ഫീഹി ഖുലിഖ ആദമു മുഹമ്മദ് മുസ്തഫ. വെള്ളിയാഴ്ചന്റെ പ്രത്യേകതയിൽ ഒന്ന് ആദം അലൈഹി ഇസ്ലാം സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ തത്വത്തിൽ ആദം നബിന്റെ ജന്മദിനാണ് കൊണ്ടാടുന്നത്. ജന്മദിനം പാടില്ല, പള്ളിയെ കയറാൻ പറ്റൂല ജുമാക്ക്. തിങ്കളാഴ്ച നോമ്പിന്റെ പ്രത്യേകത എന്താണ്? ഫീഹി ഉലിത്തു, അതിലാണ് ഞാൻ പ്രസവിക്കപ്പെട്ടത്, ഞാൻ ജനിച്ചത് തിങ്കളാഴ്ചയാണ്, അതുകൊണ്ടാ നോമ്പ്. ഒരു രൂപം പറഞ്ഞു നോമ്പ് വെക്കുക, മറ്റൊരു രൂപമാണ് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുക. അതൊക്കെ ഓരോ രൂപങ്ങളാണ്. രൂപങ്ങൾ ഏതു ആവാം, എല്ലാം കൂടി റസൂലുള്ള പറഞ്ഞുതരോ? സ്നേഹപ്രകടനത്തിന്റെ എല്ലാ രൂപങ്ങളും പറഞ്ഞാൽ തീരുവോ? രൂപങ്ങൾ ഇതൊരു രൂപമാണ്. നീ ചില ആളുകൾ ഇങ്ങനെ സംഘടിപ്പിക്കലോ, ഒറ്റക്കെട്ടിന്റെ കുറെ പാട്ടുപടിക്കാരും, അത് വേറെ രൂപമാണ്. ചില ആളുകൾക്ക് മദീനെ കണ്ട് ഓടും, അതൊരു രൂപമാണ്. ചില ആളുകൾ മദീനത്തിന് അപ്പുറത്തേക്ക് ഓടും, അത് മറ്റൊരു രൂപമാണ്. ചില റൗലേക്ക് ഇങ്ങനെ നോക്കിക്കാരും, അത് രൂപമാണ്. ചില ആൾക്കാർ നോക്കാൻ കഴിയാതെ തലാത്തിരിക്കും, അത് മറ്റൊരു രൂപമാണ്. ഇതൊക്കെ സ്വഹാബാക്കൾക്കുണ്ടായിരുന്നു. ഇതൊക്കെ ഒരു രൂപങ്ങളല്ലേ, അതിന് രൂപത്തിന് ലിമിറ്റ് വെക്കല. കേട്ടില്ലേ? നബിദിനാഘോഷത്തിന് തെളിവുണ്ടാക്കുന്ന കോലാണിത്. എന്താ ഈ പറഞ്ഞത്? ആദം നബിയുടെ ജന്മദിനം ആഘോഷിക്കുകയാണത്രേ വെള്ളിയാഴ്ച നമ്മൾ ജുമ നടത്തുമ്പോ. ഒരു കൊല്ലത്തിൽ 52 ദിവസം നമ്മൾ ആ ജന്മദിനം ആഘോഷിക്കാറുണ്ട് എന്നാണ് ഇയാളെ കണ്ടുപിടുത്തം. ഇത് മറ്റേ മൗലാനക്ക് തിരിഞ്ഞില്ലട്ടാ. മൂപ്പര് പറഞ്ഞത് നമുക്ക് മറ്റു നബിമാരുടെ ജന്മദിനം അറിയില്ലാന്നാ. ഇയാൾ പറഞ്ഞു എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ ജന്മദിനം ആഘോഷിക്കുന്നുണ്ട്, അത് ആദം നബിന്റെ ജന്മദിനാണെന്ന്. നിങ്ങളൊരു കാര്യം, നിങ്ങൾ തമ്മിൽ ഇരുന്ന് തീരുമാനിക്കത്. നിങ്ങൾ മതിയല്ലോ കൗമിന്റെ മുമ്പിൽ വിഡിത്തം വളമ്പണത്. ഇതിൽ നിങ്ങൾ ഈ ഖുറാഫാത്തിൽ ഇത്തിഫാക്ക് ഉണ്ടാക്കി ആദ്യം. സഹോദരങ്ങളെ, പറയുന്നതിന് ഒരു ലക്കും ലഗാനും ലൈസൻസും ഇല്ല. തൊല്ലി തോന്നിയത് പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു ബിദ്അത്ത് സ്ഥാപിക്കാനാണിത്. ഒരു സുന്നത്ത് സ്ഥാപിക്കാൻ വേണ്ടി ഇവന്മാർ ഇത്ര അടങ്ങാറാണെന്ന് ആരും കണ്ടിട്ടുണ്ടോ? നിങ്ങൾ പറയാ, പലരും പല കോലത്തിലാണ് ഇത് ഉണ്ടാക്കുന്നത്, പല രൂപമാണ് ഇതിനുണ്ടാവുക. ഓരോ രൂപത്തിലെ ഓരോന്നുണ്ടാവുക. എല്ലാ രൂപം ഇപ്പോൾ റസൂൽ പറഞ്ഞുതരാൻ പറ്റുമോ? പറ്റൂല. കാരണം റസൂൽ ദീൻ പറഞ്ഞുതരാൻ വേണ്ടി വന്നാലല്ലോ. റസൂൽ എന്ന് പറഞ്ഞാൽ അള്ള പറഞ്ഞയച്ച ദീന്, അള്ള പറഞ്ഞു കൊടുത്ത ദീന്, അത് പൗതിട്ടിക്കാണ്ട് പോകാൻ വന്ന ആളാണ് റസൂൽ. ഹംകെ ഇവിടെ റസൂൽ ഏതാണ് പറഞ്ഞു തരാത്തത്? നിങ്ങൾ രാവിലെ ബെഡ്റൂമിൽ നിന്ന് എണീറ്റിട്ട് ആ ബെഡ്റൂമിലെ കിടക്കിയിൽ ഇരുന്ന് കണ്ട് ചെല്ലേണ്ട ദിക്ർ മുതൽ രാത്രി അതേ ബെഡ്റൂമിൽ നിങ്ങൾ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ചെല്ലേണ്ട ദിക്ർ വരെ പറഞ്ഞെന്ന മഹാനാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഈ ദീനിന്റെ പ്രത്യേകത. കക്കൂസ് കയറുമ്പോൾ എങ്ങനെ കയറണം, ഇറങ്ങുമ്പോൾ എങ്ങനെ ഇറങ്ങണം, അവിടെ ഇരിക്കുമ്പോൾ എങ്ങനെ ഇരിക്കണം, കയറുമ്പോൾ എന്ത് ചെല്ലണം, ഇറങ്ങുമ്പോൾ എന്ത് ചെല്ലണം, വസ്ത്രം ധരിക്കുമ്പോൾ എന്ത് ചെയ്യണം, മുടി ചീകുമ്പോൾ എന്ത് ചെയ്യണം, പുറത്തിറങ്ങുമ്പോൾ ഏത് കാലം വെച്ച് ഇറങ്ങണം, വീട്ടിൽ കയറുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, പള്ളിക്ക് കയറുമ്പോൾ പള്ളിക്ക് ഇറങ്ങുമ്പോൾ, വണ്ടിയിൽ കയറുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, ഏത് രംഗത്താടോ റസൂൽ മാർഗനിർദ്ദേശം തരാത്തൊരു സംഗതി ഉള്ളത്? നിങ്ങൾ റസൂലുള്ളാഹിനെ സ്നേഹിക്കുക കൊച്ചക്കങ്ങൾ ചെയ്യണത്. എല്ലാ റസൂല് പറഞ്ഞു തരില്ല അത്രേ. പിന്നെന്താ, കുറച്ച് കാന്തപുരം അബൂബക്കർ മുയ്യാര പറഞ്ഞു തരണം, കുറച്ച് ജിഫ്രി കോയ പറഞ്ഞു തരണം, കുറച്ച് ഇവൻ പറഞ്ഞു തരണം, കുറച്ച് നജീബ് മൗലാന പറഞ്ഞു തരണം. അങ്ങനെ എല്ലാവരും പാടെ കൂടിയിട്ട്
എല്ലാ ഖുറാഫികളും കൂടി കുത്തിയിരുന്ന് താലങ്ങും ബലങ്ങും തുന്നിക്കൂട്ടിയ ഒരു മുറിച്ചുകുത്തി ഇസ്ലാം, അതാണ് ഇസ്ലാം എന്നാണ് ഈ ജാഹിലുകൾ, ഈ ദജ്ജാലുകൾ ഈ സമൂഹത്തിന്റെ മുമ്പിൽ പുലമ്പിക്കൊണ്ടിരിക്കുന്നത്. പല കോലത്തിലും പല രൂപത്തിലും ഉണ്ടാവും. ഇതിന് പ്രത്യേകിച്ച് രൂപം ഭാവവും കോലൊന്നുമില്ല, അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. കുറെ എണ്ണം റബീഉൽ അവ്വൽ 12-ന് സുബഹി പോലും നിസ്കരിക്കാതെ റോഡ് കിടന്ന് കൂത്താടുണ്ടാവും. കുറെ എണ്ണം ദഫ് എന്ന് പറഞ്ഞിട്ട് മ്യൂസിക് ഇട്ട് പാട്ടിട്ട് സ്റ്റേജ് കിടന്ന് തുള്ളിച്ചാടുണ്ടാവും. ഇതൊക്കെ കണ്ട് കുറെ മൊല്ലമാര് കുടവയറും തടവിക്കാണ്ട് ഇങ്ങനെ പല്ല് കുത്തി ഇറക്കുണ്ടാവും. അങ്ങനെ പല കോലത്തിലും പല രൂപത്തിലുണ്ടെന്നാണ് ഇവന്മാര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ബിദ്അത്ത് സ്ഥാപിക്കാനുള്ള പെടാപ്പാടാണിത്. ഒരു കൃത്യത ഇതിനില്ല, ഒരു രൂപവുമില്ല, ഒരു ചട്ടക്കൂടുമില്ല, ഒരു ഫ്രെയിമും ഇല്ല, ഒരു മാനദണ്ഡവുമില്ല, ഒന്നുമില്ല. തോന്നിയവർക്ക് തോന്നിയ മാതിരി ആകാം എന്നാണ് ഇവന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം അത്രക്കും പോരിശിയാക്കപ്പെട്ട സംഗതിയാണ് ഈ നബിദിനാഘോഷം എന്ന് പറയുന്നത്. 2 പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷമാണത്രേ. കേട്ടോളി, 2 പെരുന്നാൾ, ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും മുസ്ലിങ്ങൾക്കുണ്ട്. അതിനേക്കാൾ ഏറ്റവും ആഘോഷിക്കേണ്ട, ഏറ്റവും സന്തോഷം പങ്കിടേണ്ട, നല്ല വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടും വീട്ടുകാർക്ക് നല്ല ഭക്ഷണം കൊടുത്തിട്ടും വീടൊക്കെ ഭംഗിയാക്കിക്കൊണ്ടും കഴിക്കേണ്ട പെരുന്നാള് അത് റസൂലുള്ളാഹിയുടെ മീലാദിന്റെ പെരുന്നാളാണ് എന്ന് അയിമത്ത് എഴുതി വെച്ചിട്ടുണ്ട്. റസൂലുള്ളാഹിയുടെ ജന്മദിനം നിലകൊള്ളുന്ന ഈ റബീഉൽ അവ്വലിലുള്ള പെരുന്നാളാണെന്ന് അയിമത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുഹിബ്ബീങ്ങളൊക്കെ അന്ന് റബീഉൽ അവ്വലിൽ ധരിക്കാനായിട്ട് നല്ലൊരു ഷർട്ടും തുണിയും കുപ്പായൊക്കെ വാങ്ങിക്കണം. എന്നിട്ട് ആ ദിവസം ധരിക്കും വേണം. 2 പെരുന്നാളിനേക്കാളും വലിയ ആഘോഷമാണത്രേ നബിദിനാഘോഷം. എന്നാ 2 പെരുന്നാള്? ശവ്വാൽ 1-നും ദുൽഹജ്ജ 10-നും. 2 പെരുന്നാൾ എന്നാന്നുള്ള വിഷയത്തിൽ ഇസ്ലാമിൽ അഭിപ്രായ ഭിന്നതല്ല. ലോകത്തുള്ള മുസ്ലിങ്ങളുടെ തർക്കല്ല. കാരണം അത് മുസ്ലിങ്ങളുടെ ആഘോഷമാണ്. അള്ളാഹും റസൂലും പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച ആഘോഷമാണ്. അതുകൊണ്ട് തന്നെ 2 പെരുന്നാൾ എന്നുള്ള കാര്യത്തിൽ അഭിപ്രായ ഭിന്നതല്ല. മാസം കാണുന്ന വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയുള്ളൂ. ശവ്വാൽ 1-നും ദുൽഹജ്ജ 10-നാണ് പെരുന്നാളുകൾ എന്ന കാര്യത്തിൽ മുസ്ലിം ലോകത്ത് അഭിപ്രായ ഭിന്നതയില്ല. എന്നാൽ ഈ 2 പെരുന്നാളിനേക്കാളും വലിയ ആഘോഷമാണ് എന്ന് പറയുന്ന നബിദിനാഘോഷത്തിന്റെ ദിവസത്തിന്റെ ഡേറ്റിന്റെ കാര്യത്തിൽ ഈ ഖുറാഫി ലോകത്ത് തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. മാസത്തിന്റെ വിഷയത്തിൽ പോലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നാണ് ഇവന്മാര് തന്നെ പറഞ്ഞിട്ടുള്ളത്. ഇത് ഇസ്ലാമിലില്ലാത്ത കാര്യമെന്ന് സ്ഥാപിക്കാൻ വേറെ വല്ല തെളിവും വേണോ? നിർവ്വം പറയാണ് ഇതൊക്കെ അയിമത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത്രേ ഏത് അയിമത്താണ് ഇത് പറഞ്ഞത്? 2 പെരുന്നാളിനേക്കാളും വലിയ ആഘോഷമാണ് നബിദിനാഘോഷം എന്നുള്ളത്. നിങ്ങൾ ഈ കാന്തപുരത്തിനെ പോലെയുള്ള മുൻകാല ഖുറാഫി നേതാക്കന്മാർ എഴുതി വെച്ചിട്ടുണ്ടാവും. അല്ലാതെ ഇസ്ലാമിൽ ആരാ അത് പറഞ്ഞിട്ടുള്ളത്? എന്നിട്ട് അവന്റെ നിർദ്ദേശം, ആ നബിദിനാഘോഷത്തിന്റെ ദിവസം നിങ്ങൾ മുഅ്മിനീങ്ങളെ നിങ്ങൾ നല്ല വസ്ത്രം വാങ്ങണം, നല്ല വസ്ത്രം ധരിച്ച് നടക്കണം, പുതിയ വസ്ത്രങ്ങൾ വാങ്ങണം. കാരണം ഇവന്മാര് ആ മാസത്തിൽ നല്ല വസ്ത്രം ധരിച്ചാൽ നടക്കുക. കാരണം ഇവന്മാർക്ക് പൈസ കിട്ടുന്ന മാസമാണത്. മൗലിയാക്കന്മാര് നല്ല വസ്ത്രം വാങ്ങണ മാസാണിത്. പെരന്റെ മോഡിഫിക്കേഷൻ നടത്തുന്ന മാസാണിത്. കടം വാങ്ങിയിട്ടുണ്ട്, ആ കടം തിരിച്ചു കൊടുക്കണ മാസാണ്. പൈസ ഭാരണ മാസാണ് റബീഉൽ അവ്വൽ. ഞാൻ വരുന്നുണ്ട്. ബിൽക്ക് ഏതൊക്കെ കോലത്തിലാണ് പൈസ കിട്ടുക, ആ പൈസ കിട്ടുമ്പോൾ സമീപനം എന്താന്നൊക്കെ ഞാൻ വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. കഴിഞ്ഞിട്ടില്ല സഹോദരങ്ങളെ, പരിശുദ്ധ ഇസ്ലാമിലെ ഏറ്റവും വലിയ ആരാധനയായ ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധനകളിൽ പ്രധാനപ്പെട്ടതായ നമസ്കാരത്തെക്കാൾ പുണ്യമാണ് മൗലിദ് ഓതൽ എന്നാണ് ഉമ്മാർ പറഞ്ഞത്. കേട്ടോളി, എന്നതുപോലെ റബീഉൽ അവ്വലിൽ കൂടുതൽ നടക്കേണ്ട കാര്യമാണ് റസൂലുള്ളാഹിനെ പറ്റിയുള്ള സ്മരണ, റസൂലുള്ളാഹിനെ പുകഴ്ത്തല്. അത് അള്ളാഹ് തന്നെ എടുക്കുന്നൊരു പണിയാ. മൗലിദിനുള്ള മഹത്വം എന്താന്ന് വെച്ചാൽ നിസ്കാരത്തിനേക്കാൾ എല്ലാ അമലിനേക്കാളും മഹത്വം മൗലിദിനുണ്ട്. എന്താണത്? അത് അല്ലാഹു തആല നിർവഹിച്ച, ദൈവം നിർവഹിച്ച, സർവശക്തൻ നിർവഹിച്ച, സൃഷ്ടാവ് നിർവഹിച്ച ഒരു കാര്യമാണ് എന്ന് അതിന്റെ പ്രത്യേകത. സഹോദരങ്ങളെ, എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പരിശുദ്ധ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ ജൂതന്മാരാണോ അതോ ഈ തരീഖത്തിന്റെ ഖുറാഫികളാണോ? നിങ്ങൾക്ക് സംശയമുണ്ട്. നമസ്കാരത്തെക്കാൾ വലിയ പുണ്യമാണത്രേ മൗലിദ്. ആരാടോ എന്നോട് ഇത് പറഞ്ഞത്? ഏത് ഹോജയാണ്, ഏത് ശൈത്താനാണ് എൻ്റെ ചവിട്ടില് ഈ വക ദുർബോധനങ്ങൾ ഇട്ട് തരുന്നത്? നിന്റെ അള്ളയാണ് റസൂലുള്ളാഹിന്റെ പേരിൽ ആദ്യത്തെ മൗലിദ് ഓതി നമ്മൾ പറയണത്. ഇതങ്ങനെ കേട്ട കൗമെന്താ വിചാരിക്കുക? അള്ളാഹ് എന്നാ ഓതിന്റെ മങ്കൂസ് മൗലിദ് തന്നെയാണ് വിചാരിക്കും. അക്കോലത്തിലാണ് ഇവന്മാരെ അവതരണം. അപ്പൊ അള്ളാഹു റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്തെല്ലാം പറഞ്ഞു എന്നൊക്കെ പറയണതാണ് മൗലിദായിട്ട് ഇവന്മാർ വ്യാഖ്യാനിക്കണത്. അതാണ് പറഞ്ഞത് അള്ളയാണ് ആദ്യത്തെ മൗലിദ് ഓതിയത്, അതുകൊണ്ട് ആ മൗലിദാണ് നമസ്കാരത്തെക്കാൾ ഏറ്റവും വലിയ പുണ്യമുള്ള സംഗതി. കഴിഞ്ഞില്ല, ലൈലത്തുൽ ഖദ്റിനേക്കാളും പുണ്യാണത്രേ ഈ മൗലിദ് ആഘോഷം. കേട്ടോളി, മാത്രമല്ല വിശുദ്ധ ഖുർആനിനെ അധ്യാപനം നടത്തിയ, ഹൃദയങ്ങൾക്ക് പകർന്നു നൽകിയ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രകടമായ രാത്രിയാണ് ലൈലത്തുൽ മൗലിദ്. അതുകൊണ്ട് ലൈലത്തുൽ മൗലിദിനിക്ക് ആണ് ലൈലത്തുൽ ഖദ്റിനേക്കാൾ സ്ഥാനം. അപ്പൊ ലൈലത്തുൽ മൗലിദിനാണ് ലൈലത്തുൽ ഖദ്റിനേക്കാൾ സ്ഥാനം. ആര് പറഞ്ഞു? ഇവന്മാരെ പോലത്തെ ഖുറാഫികൾ പറഞ്ഞു.
ഇവിടെ ഇത്രയും സ്ഥാനമുള്ള പോരിശിയാക്കപ്പെട്ട ഒരു രാവാണ് ലൈലത്തുൽ മൗലിദെങ്കിൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച രാവെങ്കിൽ അത് പറഞ്ഞു തരേണ്ടത് റസൂലല്ലേ? കാരണം ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ ലൈലത്തുൽ ഖദറിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നത്? 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള രാവാണ് ലൈലത്തുൽ ഖദറിന്റെ രാവ് എന്ന് റസൂൽ പഠിപ്പിച്ചതാ. ഈ ദീന് പറഞ്ഞതാ, അള്ള പറഞ്ഞതാണ്. അതിനേക്കാൾ വലിയ പോരിശിയാക്കപ്പെട്ട രാവാണ് നബി ജനിച്ച ദിവസമെങ്കിൽ അത് പറഞ്ഞു തരേണ്ടത് അന്നെപ്പോലത്തെ ഖുറാഫികളാണോ? അത് റസൂൽ പറഞ്ഞു തരണ്ടേ? എന്താണ് ഇവന്മാർ പുലമ്പിക്കൊണ്ടിരിക്കുന്നത്? ലൈലത്തുൽ ഖദറിനേക്കാൾ വലിയ പോരിശയുള്ള രാവാണത്രേ. ലൈലത്തുൽ ഖദറിന്റെ വലിയൊരു പോരിശ മുമ്പന്മാർ കൊടുക്കൂല, കാരണം അത് അള്ളി റസൂലും പഠിപ്പിച്ചതാണല്ലോ. ലൈലത്തുൽ ഖദറിന് ആകെ ഗുണം കിട്ടിയ 2 വിഭാഗം ഏതാണെന്നറിയോ? ഒന്ന് മുട്ടിപ്പൊടി സ്വലാത്ത് കച്ചവടക്കാരൻ തങ്ങള് അച്ചങ്ങായിക്കാണ് ലൈലത്തുൽ ഖദറിന്റെ വലിയൊരു പോരിശുള്ളത്, കാരണം അന്നാണ് ഓൻ കോടികൾ വാരുന്ന ദിവസം. അതാണ് ഒരാള്. രണ്ടാമത്തെ വിഭാഗം കോൺഗ്രസ്സുകാരാണ്. അവർക്കാണ് ലൈലത്തുൽ ഖദർ കൊണ്ട് വലിയ ലാഭം കിട്ടിയതെന്നാണ് ഇപ്പൊ അടുത്തൊരു ഖുറാഫിന്റെ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. ഞാൻ സാന്ദർഭികമായിട്ടിട്ടാണ് ഈ ക്ലിപ്പ്. ഇവരെ ദുർവ്യാഖ്യാനത്തിന്റെ കോലം പറയാൻ വേണ്ടി, വിഷയവുമായി ബന്ധമുള്ളതല്ല. അപ്പൊ ലൈലത്തുൽ ഖദറിന് കോൺഗ്രസ്സുകാർക്ക് കിട്ടിയ മെച്ചെന്താണ്? ഓമാരനെ പറയട്ടെ. ഞാൻ ഇപ്പം അടുത്ത് സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട ഒരു പ്രസംഗം നടത്തിയപ്പോൾ ഒരുപാട് മുസ്ലിങ്ങളുടെ സ്റ്റേജിൽ ഞാൻ പറഞ്ഞു, ഈ സൗഹാർദ്ദം ഇങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ കുറേ ആൾക്കാർ കതിർ കുപ്പായിട്ടിട്ടാണ് ഇരിക്കുന്നത്. കതിർ കുപ്പായം അങ്ങനെയല്ലേ? കുറേ വലിയ വലിയ ആളുകൾ കതിർ കുപ്പായിടുക. ഈ ഖദർ എന്നുള്ള വാക്ക് ലൈലത്തുൽ ഖദർ എന്നാണ് വന്നതെന്ന് അറിഞ്ഞ് എല്ലാവരും എൻ്റെ മുഖത്തേക്ക് നിന്ന് നോക്കുക. മൗലാന മുഹമ്മദ് അലിയുടെ ഉമ്മ ഗാന്ധിജിക്ക് നല്ലൊരു കുപ്പായം കൊടുത്താൽ ലൈലത്തുൽ ഖദറിന് രാത്രിയായി പോയി. ഗാന്ധിജി വെച്ച് നിങ്ങളെ വീട്ടിൽ നല്ല ചിട്ടിയും ഒരു അസ്വാഭാവികമായിട്ടുള്ള പെരുമാറ്റം കണ്ടല്ലോ പറഞ്ഞപ്പോൾ ഗാന്ധിജിയോട് മൗലാനയുടെ വീട്ടിൽ നിന്ന് പറഞ്ഞു, ഇന്ന് ലൈലത്തുൽ ഖദറിൻ്റെ ദിവസമാണെന്ന് അറിഞ്ഞു. എന്നാൽ പിന്നെ ഈ ഷർട്ട് പീസിന് ആ പേരിടുക ഖദർ എന്ന് പറഞ്ഞു. ആർക്കെങ്കിലും അറിയാതൊക്കെ ഈ ഒരു ഐക്യം, ഈ ഒരു ചേർത്ത് നിൽപ്പ് ആർക്കെങ്കിലും അറിയോ? അപ്പൊ കോൺഗ്രസ്സുകാർ മനസ്സിലാക്കി വെച്ചോളി, നിങ്ങളുടെ ഈ കതർ കുപ്പായുണ്ടല്ലോ, കഞ്ഞി മുക്കിയിട്ട് ഇങ്ങനെ വെടിപ്പായി ഇസ്തിരിട്ട് ഇങ്ങനെ നടക്കണ, വടി പോലിട്ട് നടക്കണ ഈ സാധനം ഉണ്ടല്ലോ, ഇത് ഞങ്ങളെ ഇസ്ലാം എന്ന് വന്നതാ, ലൈലത്തുൽ ഖദർ എന്ന് വന്നതാണ്. ഇത് മൂപ്പര് എല്ലാവരും കൂടിയുള്ള ഒരു സദസ്സെന്ന് പറഞ്ഞാത്രേ. ഈ പൊട്ടത്തരം പറഞ്ഞപ്പോൾ ഇങ്ങനെ നോക്കി, എല്ലാവരും മൂപ്പരെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി. എന്താണ് ഈ പൊട്ടം വിളിച്ചു പറഞ്ഞ വിചാരിച്ച് നോക്കിയതായിരിക്കും. എന്താ സംഭവം? ഗാന്ധിജി ഒരിക്കൽ മൗലാന മുഹമ്മദിന്റെ വീട്ടിൽ ചെന്നു. അപ്പൊ നല്ലൊരു ഡ്രസ്സ് കൊടുത്തു. ഡ്രസ്സ് കൊടുത്തപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ, ഇന്ന് ഞങ്ങൾ ലൈലത്തുൽ ഖദറിന്റെ ദിവസമാണ്, അതുകൊണ്ട് തന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഗാന്ധിജിയുടെ പേരാണിത്. അന്ന് അതിന് കിടക്കട്ടെ ലൈലത്തുൽ ഖദർ. അതുവരെ ഗാന്ധിജിക്ക് ഈ ഖദർ കുപ്പായത്തിനിടാൻ പറ്റിയൊരു പേരില്ലാതെ അങ്ങനെ ടെൻഷനായി നടക്കിയിരുന്നു. ഇവിടെ ചെങ്ങായി ചരിത്രപരമായോ ഭാഷാപരമായോ വല്ല ബന്ധുദിനുണ്ടോ? എവിടുന്ന ഖദർ വന്നത്? ഈ ഖദർ എന്നുള്ള വാക്ക് വന്നത് കൈ കൊണ്ട് നിർമ്മിക്കുന്ന പരുപരുത്തൻ വസ്ത്രം എന്ന അർത്ഥത്തിലാണ് ഈ വാക്ക് വന്നിട്ടുള്ളത്, ഖദർ എന്നുള്ള വാക്ക്. അല്ല ലൈലത്തുൽ ഖദറിന് വല്ല പുലബന്ധമുണ്ടോ? അങ്ങോട്ട് ചാർത്തന്നെ, അങ്ങോട്ട് ബന്ധം ഉണ്ടാക്കി തന്നെ. മാവേലി നമ്മളെ മമ്മാലി എന്ന് പറഞ്ഞല്ലോ വേറൊരുത്തം എന്ന് പറഞ്ഞ മാതിരി ഇതിന് പ്രാസൊപ്പിച്ചിട്ട് ഇനി അടുത്ത കൊല്ലാകുമ്പോൾ വേറെ ഖുറാഫി പറയായിരിക്കും, സംഖ്യകള് നിങ്ങളുടെ ഈ കുങ്കുമുണ്ടല്ലോ, നിങ്ങൾ ധരിക്കുന്ന ഈ കാവുണ്ടല്ലോ, ഇത് ഞങ്ങളെ ഇസ്ലാം എന്ന് വന്നതാണ്, സഫർ മാസവുമായി ബന്ധപ്പെട്ടതാണ്, സാഫറോൺ എന്നുള്ള ഇതിന് പറയാ. അങ്ങനെയൊക്കെ പുലമ്പുമായിരിക്കും ഇവന്മാര്, അങ്ങോട്ട് അടിച്ചു വിടന്നെ. അപ്പൊ ഞാൻ ഈ ക്ലിപ്പിട്ടത് ഇവന്മാരെ ദുർവ്യാഖ്യാനത്തിന്റെ കോലം പറയാനാ. മാത്രമല്ല ഇയാളത് പ്രസംഗിക്കുന്നത് ഒരു നബിയുടെ മധു സദസ്സിൽ വെച്ചാണ്. മനസ്സിലായോ? അപ്പൊ ഇതിന്റെ നിലവാരം മനസ്സിലാവും. അപ്പൊ സഹോദരങ്ങളെ, പറഞ്ഞു വന്നത് നബിദിനാഘോഷത്തെ കുറിച്ചാണ്. ഇത്രത്തോളം പോരിശിയാക്കപ്പെട്ട ലൈലത്തുൽ ഖദറിനേക്കാൾ സ്ഥാനമുള്ള, 2 പെരുന്നാളിനേക്കാൾ സ്ഥാനമുള്ള, നമസ്കാരത്തെക്കാൾ വലിയ ഇബാദത്തായ ഈ മൗലിദാഘോഷം ഉണ്ടല്ലോ, ഇത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഘോഷിച്ചില്ല, സ്വഹാബത്ത് ആഘോഷിച്ചില്ല, താബീങ്ങൾ ആഘോഷിച്ചില്ല. ആര് പറയുന്നു? വഹാബിയല്ല, ഖുറാഫിന്നെ പറയട്ടെ. ആ ഹബീബിനെ ഓർക്കുന്ന മാസമാണത്. ആ ഹബീബിനെ ഓർക്കുന്ന മാസം റബീഉൽ അവ്വലുകൾ വരുമ്പോൾ ഇതാ റബീഉൽ അവ്വൽ പോവാറായി. മുസ്ലിമീങ്ങളായ ആളുകൾക്കിടയിൽ തന്നെ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാവാത്തത് കൊണ്ടാവാം ഇതെല്ലാം പാടില്ല എന്നോ തെറ്റാണെന്നോ ബിദ്അത്താണെന്നോ ശിർക്കാണെന്നോ അള്ളാന്റെ റസൂലിന്റെ മൗലിദ് പാടിക്കൂടെന്നോ പറഞ്ഞുകൂടെന്നോ റബീഉൽ അവ്വൽ ആചരിച്ചുകൂടാ എന്നോ അതെല്ലാം ഇസ്ലാമിൽ എതിർക്കപ്പെടേണ്ടതാണ് എന്ന് പറയുന്ന എത്രയോ മുസ്ലിം പേരുള്ള ആളുകൾ, മുസ്ലിമീങ്ങളായ ആളുകൾ. എന്നാൽ ഒരു കാര്യം പറഞ്ഞോട്ടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളോ നിബിതങ്ങളോ താബിഈങ്ങളോ റബീഉൽ അവ്വൽ ആചാരം നടത്തിയിട്ടില്ല എന്നത് ശരി തന്നെയാണ്. എന്നാൽ നിബിതങ്ങളുടെ കാലത്തോ സ്വഹാബത്തിന്റെ കാലത്തോ ഇല്ലാത്തത് മുഴുവൻ എതിർക്കപ്പെടേണ്ടതാണെന്നോ പാടില്ലാത്തതാണെന്നോ ചെയ്യാൻ പാടില്ലാത്തതാണെന്നോ പറയാൻ പാടുണ്ടോ? കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് വരെ ലോക മുസ്ലിമീങ്ങൾ അംഗീകരിച്ചു പോരുകയും ഹിജ്റ 7-ാം നൂറ്റാണ്ട് മുതൽ ഇർബിലിന്റെ രാജാവായിരുന്ന അൽ മുദഫർ തുടങ്ങി വെക്കുകയും ചെയ്ത ആ ഒരു പ്രഗത്ഭമായ നന്മയെ നിബിതങ്ങളുടെ കാലത്തില്ലാത്തതെല്ലാം എതിർക്കപ്പെടണം എന്ന ഒരു രീതിയിൽ കുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ എന്ന പരിശുദ്ധമായ ഹദീസിന്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കാതെ
എല്ലാ പുതുതായി ഉണ്ടാകുന്നതും തെറ്റാണ് എന്ന് പറയുന്ന സംവിധാനം, ആ ഒരു കാഴ്ചപ്പാട് ദയവ് ചെയ്ത് നമ്മൾ തിരുത്തേണ്ടതാണ്. ഈ ദീക്കക്കാരെ വലിയ ഹോജ സിംസാറുൽ ഹക്കൂദവി, ഇസ്ത്രിറ്റ ഖുറാഫി, എല്ലാ ഖുറാഫാത്തും പറയും ചെയ്യും ക്ലീൻ ഇമേജ് ആണെന്നാണ് അനുയായികൾ സാധാരണ പറഞ്ഞു വരാറുള്ളത്. അപ്പൊ എന്താ ഇയാൾ പറഞ്ഞത്? മുസ്ലിങ്ങൾക്കിടയിൽ ചില ആളുകൾ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാത്തത് കൊണ്ടാകാം ഈ നബിദിനാഘോഷം ബിദ്അത്താണെന്നോ തെറ്റാണെന്നും അനാചാരമാണെന്നും ദീനിൽ ഇല്ലാത്തതാണെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് മൂപ്പരെ വലിയ പരിവേദനം. ഇവിടെ മുസ്ലിങ്ങൾക്കിടയിൽ ചില ആളുകൾ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയത് കൊണ്ടാണ്. എന്താ മനസ്സിലാക്കിയത്? ഇയാളെന്ന് പിന്നെ പറയണ്ടല്ലോ. എന്നാൽ ഒരു കാര്യം പറയട്ടെ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തോ താബിഈങ്ങളോ ആരും തന്നെ നബിദിനം ആഘോഷിച്ചിട്ടില്ല. അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇത് തെറ്റാണെന്ന് പറയണത്. ഇത് പാടില്ല, ഇത് അനാചാരമാണ്, ബിദ്അത്താണ്, ദീനിൽ ഇല്ലാത്ത വെച്ചുകെട്ടലാണ്, എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആണ് എന്ന് പറയാൻ കാരണം എന്താ? റസൂലും സഹാബത്തും കാണിച്ചു തന്നിട്ടില്ല. അതന്നല്ലേ ദീനിന്റെ അടിത്തറ. ചോദിക്കാണ്, നബിയുടെ കാലത്ത് ഇല്ലാത്തതൊക്കെ എതിർക്കപ്പെടേണ്ടതാണെന്ന് അഭിപ്രായമുണ്ടോ? ഉണ്ട്, 100 വട്ടം 1000 വട്ടമുണ്ട്. നബിയുടെ കാലത്ത് ദീനല്ലാത്തതൊന്നും ഇന്ന് ദീനാവുകയില്ല. നബിയുടെ കാലത്ത് എന്താണോ ദീന് അത് അതിന്റെ പരിപൂർണതയിൽ തന്നെയാണ് റസൂലുള്ളാഹി നമ്മെ ഏൽപ്പിച്ചു പോയിട്ടുള്ളത്. അന്ന് ദീനല്ലാത്തതൊന്നും ഇന്ന് ദീനാവുകയില്ല. എന്താണോ ഇതിൽ സംശയം? എന്നിട്ട് പറയാണ് ബിദ്അത്തിന്റെ അർത്ഥം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അത്ര. എന്ത്? കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തുകളും വഴികേടിലാണ് എന്ന ഹദീസിന്റെ അർത്ഥം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അത്ര നമ്മൾ ഇതൊക്കെ പറയണത്, നബിദിനത്തിനെ എതിർക്കണത്. എന്നാ അർത്ഥം മനസ്സിലാക്കിയ ബലകോലെന്താ? ബിദ്അത്തിനെ കുറിച്ച് ബലെന്താ മനസ്സിലാക്കിയിട്ടുള്ളത്? ഞാൻ വരുന്നുണ്ട് രസകരമായ ഒരു ക്ലിപ്പ് ചെയ്തിട്ട്. ഈ പുരോഹിതന്മാരുണ്ടല്ലോ, വലിയ ആലിമുൽ അല്ലാമമാര്, ഈ തരീഖത്തെട്ടി ബിരുദവും ബിരുദാനന്തര ബിരുദവും തലയിൽ പേറി നടക്കുന്ന ഈ മൊല്ലമാരുടെ ബിദ്അത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടെന്താ ഞാൻ തരാം ഇൻഷാ അല്ലാഹ്. അപ്പൊ സഹോദരങ്ങള്, യുവമാര് മുക്കി മൂളി നേരങ്ങി ഒപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ പുത്തനാചാരുണ്ടല്ലോ, ഈ നബിദിനാഘോഷം, അതിന് കാര്യമായിട്ട് എല്ലാ കാലത്തും യുവമാര് പറയുന്ന തെളിവാണ് തിങ്കളാഴ്ച നോമ്പ്. കേട്ടോളി. പിന്നെ ജന്മദിനം ആഘോഷിക്കാൻ പറ്റും, റസൂൽ പറഞ്ഞതല്ലേ ആഘോഷിക്കണമെന്ന്. നബിനോട് ചോദിച്ചു, പല ദിവസം തിങ്കളാഴ്ച നോമ്പോൾ കിടന്നതിന്റെ കാരണം. നബി എന്താ പറഞ്ഞത്? ദാക്ക യൗമുൻ ഉലിതു ഫീഹി, അന്നാണ് എന്റെ ജന്മദിനം. നോമ്പൊഴിക്കാനുള്ള കാരണം പറഞ്ഞത് എന്താ? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ജന്മദിനായതുകൊണ്ട് ആ ദിവസത്തിൽ നിങ്ങൾ നോമ്പോ അല്ലെങ്കിൽ മറ്റുള്ള ഇബാദത്തുകളെ കൊണ്ട് നിങ്ങൾ എന്താക്കണം? ധന്യമാക്കണം. സഹോദരങ്ങളെ, ആകെ ഒരു തെളിവാണ് നബിദിനാഘോഷത്തിന് തിങ്കളാഴ്ച നോമ്പ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്രേ ജന്മദിനം ആഘോഷിക്കണം. എന്താ തെളിവ്? തിങ്കളാഴ്ച നോമ്പ് നോൽക്കാൻ പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു അന്നാണ് ഞാൻ ജനിച്ചത്, അതുകൊണ്ട് ആഘോഷിക്കണം. യുവന്മാർക്ക് സത്യത്തിൽ ആഘോഷം എന്താണ്, ആചാരം എന്താണ്, അനുഷ്ഠാനം എന്താണ്, അത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ്, ഒന്നും തിരിഞ്ഞിട്ടില്ല, ഒരു കാര്യം മനസ്സിലായിട്ടില്ല. എന്നിട്ട് ഇയാളെ വക ഒരു എക്സ്ട്രാ ഫിറ്റിങ്സ് എന്താണ്? നോമ്പോ മറ്റുള്ള ഇബാദത്തുകളോ കൊണ്ട് ആഘോഷിക്കണം എന്ന്. ഈ തിങ്കളാഴ്ച നോമ്പല്ലാതെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് എന്ത് ഇബാദത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്? നോമ്പോ മറ്റുള്ള ഇബാദത്തുകളോ എന്ന് പറഞ്ഞല്ലോ. എന്താണ് ഈ മറ്റുള്ള ഇബാദത്ത്? അങ്ങണ്ട് അടിച്ചുവിടന്നെ. കാരണം ഒരു ബിദ്അത്തിനും തെളിവുണ്ടാക്കണമല്ലോ, അതിനും വേണ്ടിയുള്ള പ്രഹസനങ്ങളാണ് ഇതൊക്കെ. ഇനി സമ്മതിച്ചു, തിങ്കളാഴ്ച നോമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നബിയുടെ ജന്മദിനത്തിൽ സന്തോഷിച്ചുകൊണ്ട് നോമ്പ് നോൽക്കലാണ് എന്നാണ് ഇവരുടെ വാദമെങ്കിൽ അതാണ് ആകെയുള്ളൊരു തെളിവ്. എന്നാൽ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച വന്നു കഴിഞ്ഞാൽ ഇവർ ഏതെങ്കിലും കാലത്ത് നോമ്പ് നോക്കിയിട്ടുണ്ടോ? ഈ 2021 റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച വന്നത്. കേരളത്തിൽ ഒരൊറ്റ കുബൂരിയുമല്ല ഇന്ന് നമ്മുടെ നബിയുടെ ജന്മദിനമാണ്, തിങ്കളാഴ്ചയാണല്ലോ, ഇന്ന് നോമ്പ് നോൽക്കട്ടെ എന്ന് വിചാരിച്ച് ഒരെണ്ണം നോമ്പ് നോറ്റതായി നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ? ഒരു എണ്ണത്തിന്, കൂടുതൽ 10 വേണ്ട, 100 വേണ്ട, ഒരെണ്ണത്തിനെ കാണിച്ചു തരാൻ കഴിയുമോ? മറിച്ച് എന്താ ചെയ്യുക? വെട്ടി മുണിങ്ങന്നെ സുബീക്ക് അങ്ങോട്ട് തുടങ്ങും തീറ്റ. സുബീക്ക് മൗലൂദിന്റെ മുമ്പ് ഒരു തീറ്റ, മൗലൂദിന്റെ ശേഷം ഒരു തീറ്റ, 10 മണിക്ക് വേറെ തീറ്റ, ഉച്ചക്ക് വേറെ തീറ്റ, വൈകുന്നേരം വേറെ തീറ്റ, രാത്രി വേറെ തീറ്റ. അടിച്ചങ്ങോട്ട് കയറ്റിയിട്ട് തിന്ന് 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 പള്ളങ്ങോട്ട് വീർത്തിട്ട് മുസ്ലിയാക്കന്മാരെ പൊക്കിളിൻ്റെ ഉള്ളിൽ ചളി വരാന്ന് പുറത്തേക്ക് വരും. അമ്മാര് തീറ്റ എന്നാ. എന്തിന്റെ പേരില്? നമ്മളെ നബി ജനിച്ച ദിവസമാണ് എന്ന് റബീഉൽ അവ്വൽ 12. ഇന്ന് തിങ്കളാഴ്ചയാണ്. എന്നിട്ടോ ആ നബിദിനത്തിന്റെ ഭാഗമായി നോമ്പ് നോക്കാൻ റസൂലുള്ളാഹി കൽപ്പിച്ചു. എന്നിട്ട് നമ്മൾ വെട്ടിമുണിങ്ങന്നെ. റസൂലുള്ളാഹി എന്തേ പറഞ്ഞു, അതിനെതിരെ ഉമ്മാര് ചെയ്യുള്ളൂ. ഇനി സഹോദരങ്ങളെ സമ്മതിച്ചു കൊടുക്കുക. ആകെയുള്ള ഒരു തെളിവല്ലേ, എന്നാ അയിമലൊന്ന് പിടിച്ച് തൂങ്ങിക്കോട്ടെ, എന്നാ അയിമ പിടിച്ചു നിൽക്കോ, അയിമ പിടിച്ചു തൂങ്ങോ. ഇതേ ഇവന്മാര് പറയാറുള്ളത് നബിയുടെ ജന്മദിനത്തിൽ സന്തോഷവും നോമ്പ് നോക്കാൻ പാടില്ല എന്നാ. കേട്ടോളി തെളിവ്. ബഹുമാനപ്പെട്ട ഇബ്നു അയ്യാദ് പറയുന്നുണ്ട്, മൂപ്പര് പറയാം, ഞാൻ ഒരു ദിവസം റബീഉൽ അവ്വൽ 12 ഞാൻ أنه خرج في يوم ميلاده عليه السلام إلى خارج البلد فوجد الشيخ الولي الحاج بن عاشر
വലിയുല്ലാഹി ഇബ്നു ആശിർ തങ്ങളെ അരികിൽ പുറത്തു പോയപ്പോൾ കണ്ട് മാ ജമാഅത്ത് മിൻ അസ്ഹാബി ഉപരിഷ്യമാരെ കണ്ട് വസ്തദഊഹു ലിഅക്ലി തുആം ഇസ്തദഊഹു അവരെ വിളിച്ചു, ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചു. ഖാല മൂപ്പര് പറഞ്ഞു ഫഅതദർതു ബി അന്നി സ്വായിം, ഞാൻ നോമ്പുള്ള ആളാണ്, ഒരു തിങ്കളാഴ്ചത്തെ ആയിരിക്കും, ഞാൻ നോമ്പുണ്ട്. ഫനദറ ഇലയ ശൈഖു നദറതൻ മുൻകറതൻ, ദേഷ്യം പിടിച്ചുകൊണ്ട് എന്റെ മുഖത്ത് നോക്കിയിട്ട് വഖാല ലി, എന്നോട് പറഞ്ഞു ഇന്ന ഹാദൽ യൗം യൗമു ഫർഹിൻ മസ്റൂർ, ഇന്ന് സന്തോഷത്തിന്റെ ദിവസമല്ലേ, വയസ്തഖ്ബഹു ഫീഹി സിയാം ലിഅന്നഹു യൗമു ഈദ്, ഇത് മുസ്ലിങ്ങളുടെ സന്തോഷ ദിവസമാണ്, ഇന്ന് നോമ്പ് നോക്കൽ മോശമാകുന്നു എന്ന് ഇബ്നു ആശിർ തങ്ങൾ എന്നോട് പറഞ്ഞു. ഇബ്നു അബ്ബാദ പറഞ്ഞത് വാദാ മിൻ ശിദ്ദത്തിൽ മഹബ്ബ വതഅലീം ലിസാഹിബിൽ ഖുൽഖിൽ അലീം, മുത്തുനബിയോടുള്ള അതിയായ സ്നേഹവും അതിയായ ബഹുമാനവുമാണ് ബഹുമാനപ്പെട്ട ഇബ്നു ആശിർ ചെയ്തത്. ഖാല റഹ്മഹുല്ലാ ഫതഅമ്മൽതു കലാമ, ഞാൻ ഇതിനെപ്പറ്റി ചിന്തിച്ചു. ഫവജദ്തുഹു ഹഖ്ഖാ, എനിക്കത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടു. വകഅന്നി കുന്തു നായിമൻ, ഞാൻ ഉറങ്ങിയവനായതുപോലെ ഉണ്ട്. ഫഅയ്ഖദനി, ഇബ്നു ആശിർ തങ്ങൾ എന്നെ ഉണർത്തിയല്ലോ. അപ്പൊ കണ്ടില്ലേ സഹോദരങ്ങളെ, ഇത്രയുള്ള യുവന്മാരുടെ നബി സ്നേഹത്തിന്റെ കട്ടിങ്കനം, നബിനോടുള്ള ഹുബ്ബ് മൂത്തിട്ടാണ് ഞങ്ങൾ ഈ റബീഉൽ അവ്വൽ മാസത്തിൽ റോട്ടുമൊക്കെ ചാടി കളിക്കണമെന്നുള്ള ഉമ്മാരെ വെപ്പ്. അതിനുള്ള തെളിവാണെന്ത്? തിങ്കളാഴ്ച നോമ്പ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, തിങ്കളാഴ്ചയാകുന്നു ഞാൻ ജനിച്ചത്, അതുകൊണ്ട് അന്ന് നിങ്ങൾ നോമ്പ് നോൽക്കൂ. അപ്പൊ നബിദിനം ആഘോഷിക്കാൻ തെളിവായില്ലേ എന്ന് മൈക്കന്റെ മുമ്പിൽ ഘോരഘോരം പ്രസംഗിക്കുക. ഈ തെളിവാണ് ആകെ അവർക്ക് ഉള്ള സാധനം. വഹാബികളെ ശരീരത്തോടുള്ള തെളിവാണിത്. ഇത് പറഞ്ഞിട്ട് നേരെ അപ്പുറത്ത് പോയി വെട്ടിമുണുങ്ങുക. എന്നിട്ട് ചരിത്രം എന്താണ്? വെട്ടിമുണുങ്ങാനും ചരിത്രമാണല്ലോ. അപ്പൊ ഇബ്നു അയ്യാദ് പറഞ്ഞിടത്ത് റബ്ബുൽ ഖാജയാണ്, അയാള് ഒരു നബിദിനത്തിന് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച വന്നപ്പോൾ നോമ്പ് നോറ്റി കണ്ടു പോവാണ്. അപ്പൊ വേറെ ഇബ്നുവിനെ കണ്ടു, ഇബ്നു ഹാഷിദോ ഒരു ചങ്ങായിനെ കണ്ടു. അപ്പൊ ചങ്ങായി ചൂടായി എന്നാണ്. എന്ത്? ഇന്ന് നമ്മളെ ഈദല്ലേ, നമ്മളെ നബിന്റെ ജന്മദിനല്ലേ, ഇന്നിപ്പോ നോമ്പ് വെക്കാൻ പാടുണ്ടോന്ന്. അപ്പൊ ആ സാധു നബിന്റെ സുന്നത്തനുസരിച്ച് നോമ്പ് വെച്ചായിരിക്കും. തിങ്കളാഴ്ച നോമ്പ് സുന്നത്താണല്ലോ, വ്യാഴാഴ്ച നോമ്പ് സുന്നത്താണല്ലോ. അപ്പൊ ആ നിലക്ക് നോമ്പ് നോറ്റതായിരിക്കും. അപ്പോ നോമ്പ് മുറിപ്പിച്ചു, നോമ്പ് വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞോ. ആകെ ഒരു തെളിവിന്റെ കോലാണിത്. ഇനി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? സഹോദരങ്ങൾക്ക് വെറുതെ പറയില്ല, ഇത് പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കണവന്മാര്. കേരളത്തിൽ ഇപ്പൊ അടുത്ത കാലത്താണ് തിങ്കളാഴ്ച റബീഉൽ അവ്വൽ 12 ഒരുമിച്ച് വന്നത്. ഇനിയും വരാൻ സാധ്യതയുണ്ട്. അന്ന് ഏതെങ്കിലും ഒരു മൊല്ല ഈ നബി സ്നേഹത്തിന്റെ പേരിൽ തൊണ്ട കീറി അമറുന്ന ഏതെങ്കിലും ഒരു മൊല്ല അന്ന് നബിനോടുള്ള സ്നേഹം മൂത്തിട്ട് നമ്മളെ നബി ജനിച്ച ദിവസമല്ലേ അന്ന് നോമ്പ് നോക്കാനാണല്ലോ റസൂൽ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് നോമ്പ് നോക്കണ ഒരു മൊല്ല നിങ്ങൾ കാണിച്ചു തരുമോ? എന്താ പോലൊക്കെ നബി സ്നേഹത്തിന്റെ അടിസ്ഥാനം? കഴിഞ്ഞിട്ടില്ല. അത് ഇയാളെ ഒറ്റപ്പെട്ട അഭിപ്രായമല്ല, നമ്മളെ പിലാക്കലെ പിരാന്തം തന്നെ പറയട്ടെ. അതുകൊണ്ട് റബീഉൽ അവ്വലിൽ വരാനിരിക്കുന്ന തിരുപിറവിയുടെ ദിനം അന്ന് പെരുന്നാളാണെങ്കിലും അത് സുന്നത്തായ പെരുന്നാളാണ്. അതുകൊണ്ട് അവിടെ രണ്ട് അഭിപ്രായം പണ്ഡിതന്മാർക്കുണ്ട്. ഒരു പറ്റം പണ്ഡിതന്മാർ പറയുന്നത് അന്ന് നോമ്പ് പിടിക്കൽ സുന്നത്താണ് എന്ന്. ഞാൻ അവരെ കുറിച്ചൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട് പിന്നീട്. ആ അഭിപ്രായം എടുത്തു വേണമെങ്കിൽ 12 നോമ്പ് പിടിക്കാവുന്നതാണ്. മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് അന്ന് പെരുന്നാളാ, മുസ്ലിങ്ങൾക്ക് വലിയ സന്തോഷ ദിനാണ്. മുത്തുനബി ഈ ഭൂമിയിലേക്ക് വന്നു എന്നതിനേക്കാൾ വലിയൊരു സന്തോഷം വേറെ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതുകൊണ്ട് അത് വർഷം തോറും സ്മരിക്കപ്പെടുന്ന ഒരു പെരുന്നാളാണ്, പെരുന്നാൾ ദിനമാണ്. അന്ന് നോമ്പ് പിടിക്കുന്നത് ഒരിക്കലും യോജിച്ചതല്ല. അന്ന് ഏറ്റവും നല്ല രുചികരമായ ഭക്ഷണം ഉണ്ടാക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് വലിയ ഔലിയാക്കന്മാരിൽപ്പെട്ട ആളുകൾ തന്നെ റബീഉൽ അവ്വൽ 12 നോമ്പ് പിടിക്കുന്നത് ശരിയല്ല എന്ന നിലപാട് എടുത്തവരും ഉണ്ട്. അതാണ് നാം നോമ്പ് പിടിച്ചുകൊണ്ട് അന്ന് ആഘോഷം പലരും നിർവഹിക്കാത്തത്, നടത്താത്തത്. രണ്ടഭിപ്രായമുള്ള പണ്ഡിതന്മാർ ഉണ്ട്. ഒരു വിഭാഗം പറയുന്നു അന്ന് നോമ്പെടുക്കൽ സുന്നത്താണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, തിങ്കളാഴ്ച നോമ്പിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അന്നാണ് ഞാൻ ജനിച്ചത്, അതുകൊണ്ട് ഞാൻ തിങ്കളാഴ്ച നോമ്പെടുക്കുന്നു. അതൊരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അത് വേണമെങ്കിലൊക്കെ എടുത്തോളി. പക്ഷെ നമ്മൾ ഏത് വിഭാഗം പണ്ഡിതന്മാരെ കൂടെയാണ്? നമ്മൾ നിലകൊള്ളുന്ന പണ്ഡിതന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റസൂലുള്ള പറഞ്ഞതിന് നേരെ എതിരെ ചെയ്തിട്ട് അന്നേ ദിവസം വെട്ടി മുണങ്ങിയിട്ട് കുംഭം വീർപ്പിച്ച് പല്ല് കുത്തി നടക്കുന്ന ഒരു വിഭാഗം പണ്ഡിതന്മാരുണ്ടല്ലോ, ഓലെ കൂടെയാണ് നമ്മള്. എന്നിട്ട് തെളിവെന്താ? ഒരു വിഭാഗം ഔലിയാക്കന്മാർ പറഞ്ഞിട്ടുണ്ട് അത്രേ, അന്നേ ദിവസം നോമ്പനുഷ്ഠിക്കൽ ശരിയല്ല. നിങ്ങളെ ഔലിയാക്കളല്ലേ? അന്നേ ദിവസം മാത്രല്ല, റമളാനിൽ പോലും നോമ്പെടുക്കൽ ശരിയല്ല ഓൽക്ക്. എന്നിട്ടല്ലേ ഈ തിങ്കളാഴ്ച സുന്നത്തോൽബ്? ഈ ഖുറാഫികൾ കൊണ്ടു നടക്കുന്ന ഔലിയാക്കൾക്ക് റമളാൻ നോമ്പില്ലല്ലോ, നിസ്കാരമില്ലല്ലോ. ആ ജാതി ഔലിയാക്കളായിരിക്കും ഈ വക തോന്നിയാസങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ അവരെന്ത് പറഞ്ഞിട്ടുണ്ട്? അന്ന് രുചികരമായ ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് ആ രുചികരമായ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് സന്തോഷിക്കണം, ഈദല്ലേ ആഘോഷിക്കണം. രുചികരമായ ഭക്ഷണമാണ് പോലെ പ്രശ്നം.
ദീനല്ല, തീനാണ് പോലെ പ്രശ്നം. അതിനും വേണ്ടി ഉണ്ടാക്കുന്ന തെളിവുകളാണ്. ആ രുചികരമായ ഭക്ഷണം ഉണ്ടല്ലോ, അത് വെട്ടി മുണുങ്ങാനാണ് ഇക്കണ്ട തെളിവുകളൊക്കെ ഉണ്ടാക്കേണ്ടത്. മനസ്സിലായോ? നിങ്ങൾ ഏതെങ്കിലും ഒരു മൊല്ലന ഈ വക തോന്നിയാസം പൊലമ്പണ നബിസ്നേഹികളായ മൊല്ലമാരുണ്ടല്ലോ, ഓലെ പെരീക്കൊന്ന് മൗലിദിന് വിളിക്കും. ഉസ്താദെ, നീ നമ്മളെ നബിന്റെ ജന്മദിനല്ലേ, പെരിയിൽ വന്ന് കിടന്ന് മൗലിദ് ഓതുക എന്ന് പറഞ്ഞിട്ട് ഉസ്താദ് ആവേശത്തോടെ പാഞ്ഞു വരും. എന്നിട്ട് മൗലിദൊക്കെ കഴിഞ്ഞ ശേഷം എന്നാ ഉസ്താദ് പൊയ്ക്കോളി എന്ന് പറഞ്ഞേക്കുക. കായും കൊടുക്കരുത്, കോയും കൊടുക്കരുത്. ഇത് രണ്ടാണല്ലോ ഇവരെ അടിസ്ഥാന വിഷയം, കായും കോയും. അത് കൊടുക്കാതെ അങ്ങോട്ട് വിടുക. ഇതിന്റെ കൂലി നാളെ പരലോകത്ത് റബ്ബ് തരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് വിട്ട് കഴിഞ്ഞാൽ പിറ്റത്തെ കൊല്ലം അതേ മുല്ല ഞങ്ങൾ വിളിച്ചു നോക്കി, ഉസ്താദെ കഴിഞ്ഞിടത്തമാരി നമ്മളൊന്ന് മൗലിദ് ഓതിയാലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാചകര് നിങ്ങളെ പെണ്ണുങ്ങളും നിങ്ങളും കുട്ടികളും മരക്കളും പേരക്കുട്ടികളും ഒക്കെ പാടാണ്ട് ഇരുന്ന് ഓതിയാൽ മതി. അതാണ് അതിന്റെ മട്ടും ചേലും. അതല്ല ഇപ്പൊ നല്ലതെന്ന് പറഞ്ഞിട്ട് ഈ മൊല്ല തടിക്കണത് കാണാം. ഇവരെ താങ്ങി നിർത്തുന്ന, ഇതിനോടൊക്കെ അടുപ്പിച്ചു നിർത്തുന്ന അടിസ്ഥാനപരമായ വിഷയം ഇതാണ്, രുചികരമായ ഭക്ഷണം, കായും കോയും. അതില്ലാതെ ഒരു മൊല്ലക്കും നബിസ്നേഹമില്ല. മനസ്സിലായോ? അതിന്റെ പുറമൊക്കെ കൈമടക്കുണ്ടല്ലോ, അതും കൂടി ഇതിൽ പ്രധാന ഘടകമാണ്. വേറെ ഉസ്താദ് തന്നെ പറട്ടെ, ഏപ്പിക്കാരെ വലിയ വായാടിയാണ്, കൂറ്റമ്പാറ, അയാൾ പറട്ടെ. ഞങ്ങൾക്ക് ഈ മൗലൂദിനെല്ലാം പോലെ ആജിക്കാം, എന്തെങ്കിലും ചുരുട്ടി തന്നാൽ എത്രയാണെന്ന് അറിയാൻ ഞാൻ ഒരു വിഷമം. അതുകൊണ്ട് മൂത്രം വയ്ക്കാൻ പോയിട്ടെങ്കിലും ഒന്ന് നോക്കും എത്രയായി. അള്ളാഹു തആല ഖൈറും ബർക്കത്തും തരട്ടെ. അത് ഇങ്ങക്ക് ഉണ്ടാകും. അറബീൻ്റെ അടുത്ത് കഫീലിനെ കാണാൻ വേണ്ടി നാട്ടിൽ പോകണേ പറഞ്ഞു കാണുമ്പോൾ കഫീൽ എന്താക്കി തന്നാൽ ഇത് 500 100 അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്നെങ്കിൽ നന്നാക്കി കണക്കാക്കി കൊടുത്തേക്കേണ്ടി. അപ്പൊ അള്ളാഹു തആല ഖൈറ് തരട്ടെ. ഇതാണ് സുഹൃത്തുക്കളെ ഇവരെ പ്രശ്നം. ഇവരിതിനു വേണ്ടി തുള്ളിക്കളിക്കണത്, ചാടിക്കളിക്കണത്, തുള്ളിച്ചാടുന്നത്, ഇതിനു വേണ്ടി കെണിഞ്ഞ് തെളിവുണ്ടാക്കണത് അറിയോ? ഇതാണ് വിഷയം. ഈ കായും കോയും. കോഴി കൊടുത്തതിന് ശേഷം, തിന്നാൻ കൊടുത്തതിന് ശേഷം രുചികരമായ ഭക്ഷണം നിറഞ്ഞല്ലോ, അത് കൊടുത്തതിന് ശേഷം വീട്ടുകാർ ഇങ്ങനെ ചുരുട്ടിയിട്ട് നല്ല കൊടുക്കും കൈമടക്ക്. അതിപ്പോ പണിക്കും ആളെ വിളിച്ചിട്ട് പണിക്കൂലി കൊടുക്കണമാതിരി കൃത്യമായിട്ട് എണ്ണിക്കാണ്ട് നല്ല കൊടുക്കുക. അതാണ് ചുരുട്ടിയിട്ട് കൊടുക്കും. 500, 2000, 200, 300, 400 ഉണ്ടാവും. ചിലപ്പോ ഓരോ കാറ്റഗറി അനുസരിച്ചാണ് കൊടുക്കും. ഇതാണ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്കിത് എത്ര കിട്ടിയെന്ന് അറിയാൻ ഞാൻ പൊറുതേടാണ്. അപ്പൊ മൂത്രമൊഴിക്കാൻ വേണ്ടി ടോയ്ലറ്റ് പോയിട്ടെങ്കിലും അവിടുന്ന് മൂത്രമൊഴിക്കുന്നതിന് പകരം ഇതൊന്ന് നിർത്തിക്കാണ്ട് നോക്കും. എത്ര ആചാര്യം നമുക്ക് തന്നത് കൈമടക്ക്, ആചാര്യ നബിസ്നേഹത്തിന്റെ കട്ടിങ്കാൻ എത്ര എന്നൊക്കെ ഒന്ന് പരിശോധിക്കും ഞങ്ങള്. എന്നിട്ട് പറയാം മുമ്പ് അള്ളാഹു ഹൈറും ബർക്കത്തൊക്കെ തരട്ടെ. കാരണം നിങ്ങൾക്ക് ഹൈറും ബർക്കത്തും കിട്ടിയാലേ നമ്മളെ പോറ്റാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നല്ലോണം കൊടുത്തോണ്ടി കുറച്ചൊന്നും കൊടുക്കണ്ട. ഇതാണ് സഹോദരങ്ങളെ ഇവന്മാരെ ഈ മൗലിദുമായും നബിദിനാഘോഷവുമായും മാത്രമല്ല മറ്റെല്ലാ വിധേയത്വമായും ബന്ധിപ്പിച്ചു നിർത്തുന്ന അടിസ്ഥാനപരമായ ഘടകതാണ്. അല്ലാതെ ദീനി സ്നേഹോ നബി സ്നേഹോ ഒന്നുമല്ല. അത് മനസ്സിലാക്കി വെച്ചോളി സമുദായം. ഇത് ഉമ്മാരെ തൊള്ളി കൂടി ഉമ്മാരെ ചിലപ്പോൾ ഇങ്ങനെ തമാശക്ക് ഇങ്ങനെ വേറെ പല വിഷയങ്ങളും പറയുമ്പോൾ അറിയാതാണ് ചാടിപ്പോണ വിഷയമാണത്. ഞാൻ സഹോദരങ്ങളെ നേരത്തെ പറഞ്ഞല്ലോ, ഈ മൂല്യമാര് കടം വീട്ടലും പെര മോഡിഫൈ ചെയ്യലും കുട്ടികൾക്കും ഡ്രസ്സ് എടുക്കലും അങ്ങനെ ഒരുവിധം സാമ്പത്തിക ബാധ്യതകളൊക്കെ തീർക്കൽ റബീഉൽ അവ്വൽ കഴിഞ്ഞിട്ടാണ്. റബീഉൽ അവ്വൽ നല്ലോണം കിട്ടും. അതിനും വേണ്ടിയിട്ടാണ് ഈ കെണിഞ്ഞ് തെളിവുണ്ടാക്കേണ്ടത്, അല്ലാതെ റസൂലിനോട് സ്നേഹം കൊണ്ടല്ല. നിങ്ങളത് മനസ്സിലാക്കണം. അതിനും വേണ്ടിയിട്ടാണ് റസൂലും സഹാബത്തും നബിദിനാഘോഷം നടത്തിയിട്ടില്ലെങ്കിലും റസൂൽ എല്ലാം പറഞ്ഞിരുന്നില്ല, ബാക്കി നമ്മളാണ് പൂരിപ്പിക്കണം, റസൂൽ ചിലതൊക്കെ വിട്ടുപോയിട്ടുണ്ട്, നമ്മളാണ് അതൊക്കെ ഫില്ലാക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ നാടകങ്ങൾ ഈ പുരോഹിതന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ റസൂലുള്ളാഹിന്റെ കാലത്ത് ചെയ്തിട്ടുണ്ടോ? ആ ചോദ്യത്തിനൊന്നും പ്രസക്തിയില്ല. ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്യും. ഇനി റസൂലുള്ളാഹിന്റെ കാലത്ത് ചെയ്തിട്ടില്ലേ, ഇല്ലാത്തതിനൊരു വേറെ കാരണം കണ്ടെത്തും ചെയ്യും. കേട്ടോളി, നബിദിന റാലിയെ കുറിച്ച് ഒരാൾ ചോദ്യം ചോദിച്ചപ്പോ ഏപ്പിക്കാരെ വലിയൊരു വായാടി അതിന് കൊടുത്ത മറുപടി, റസൂലുള്ളാഹിന്റെ കാലത്ത് റാലി നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ അതില്ലാത്തതിന്റെ കാരണം എന്താണെന്ന് പറയാണ്. കേട്ടോളി. ഒന്നുകൂടി ഞാൻ കോട്ട് ചെയ്യുന്നു. സന്തോഷം കൂടുമ്പോ ആരവങ്ങൾ കൂടുമെന്ന് പറഞ്ഞല്ലോ, പിന്നെ എന്തുകൊണ്ട് അവർ തെരുവുകളിൽ റാലി നടത്തിയില്ല എന്ന് ചോദിക്കുമ്പോ സ്വാഭാവികമായും ജനങ്ങൾക്കിടയിൽ തോന്നൽ തോന്നും. പറഞ്ഞ പോലെ എന്നാലും ഓൾക്ക് കുതിരക്ക മുന്നിൽ നിർത്തിയിട്ട് റാലി നടത്തായിരുന്നു. ചിന്തിക്കണത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ ഇന്ന് ചെമ്പ്രവട്ടം ആ ടൗണില് റാലിക്ക് വേണ്ടി പോയില്ലേ? എല്ലാരും പോയില്ലേ? അവിടെ എല്ലാവരും ആവേശത്തോടു കൂടി റാലിക്ക് പങ്കെടുക്കാൻ നിൽക്കുകയാണ്. എന്താണ് റാലി എന്നറിയോ? മുത്തുനബിയുടെ വിഷയത്തിൽ സന്തോഷിച്ച റാലി. സാങ്കല്പികമായ ഒരു കഥ പറയട്ടെ. സാങ്കല്പികമാണ്, ശ്രദ്ധിക്കണം. ഒരാൾ കുറ്റിപ്പുറത്ത് നിന്ന് വിളിക്കുന്നു. എന്താ പറയുന്നറിയോ? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ കുറ്റിപ്പുറത്തൊരവസരമുണ്ട്. ചെമ്പ്രവട്ടത്ത് റാലി നടക്കോ നടക്കൂലേ? നടക്കോ? പിന്നെന്താ സംഭവിക്കുക? എല്ലാരും കൂടി കുറ്റിപ്പുറത്തേക്ക് പോവും. എന്തിന്? ആർക്ക് വേണ്ടിയാണോ ചെമ്പ്രവട്ടത്തെത്തിയത്? ആർക്ക് വേണ്ടിയാണോ റാലി നടത്തുന്നത്?
ആ സൗന്ദര്യത്തെ നേരിട്ട് ആസ്വദിക്കാൻ അവസരം ലഭിക്കുന്നു. അവരുടെ ഏറ്റവും വലിയ പ്രകടനം ജുലൂസി ബൈന യദൈക്, മുത്തുനബിയെ നേരിൽ കാണാൻ അവസരം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരയിരിക്കാൻ അവസരം. അപ്പൊ പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രേമിക്കുന്ന ആളെ നേരിട്ട് കാണാൻ അവസരമുണ്ട്. എന്നിട്ട് നമ്മൾ പോകുക, എനിക്ക് നിങ്ങളോട് വലിയ ഇഷ്ടാ, അതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണാതെ അപ്പുറത്ത് മറയെ പോയിട്ട് മണ്ടാൻ പോവുക. ഇന്ന ഇഷ്ടമുണ്ടെങ്കിൽ അവിടെ കുത്തിരിക്കാൻ കഴിയും, സ്നേഹം ഉണ്ടെങ്കിൽ അവിടെ കുത്തിരിക്കേ. അപ്പൊ സ്വഹാബത്തിന്റെ കാലത്ത് ഇന്ന് നടന്നതുപോലെ റാലി നടക്കൂല, നടക്കാൻ പാടില്ല. ഓ, എന്താ വ്യാഖ്യാനത്തിന്റെ കോലം! അപ്പൊ സ്വഹാബത്തിന്റെ കാലത്ത് റാലി ഉണ്ടോ എന്ന് ചോദിച്ചുള്ള മറുപടിയാണ്, സ്വഹാബത്തിന്റെ കാലത്ത് ഇന്ന് നടക്കുന്ന പോലെയുള്ള റാലി നടക്കൂല, നടക്കാൻ പാടില്ല. എന്തുകൊണ്ട്? ഇന്നുകൊണ്ട് സാങ്കല്പികമായ കഥ പറയണേ. ബഹ്മാനത്തും ഒക്കെ സാങ്കല്പിക്കാണല്ലോ. നിങ്ങളെ ഔലിയാക്കളെ കഥയും നിങ്ങളെ കറാമത്തിന്റെ കഥയും നിങ്ങളെ അടിസ്ഥാന വിശ്വാസങ്ങളും എല്ലാം സാങ്കല്പികമാണ്. അക്കൂട്ടത്തിലിരിക്കട്ടെ വേറെ സാങ്കല്പികം കൂടി. സാങ്കല്പികമായ കഥ എന്താണ്? ഇവൻ പറയണേ, ഇത് ജാഫർ സക്കാഫി കൈപ്പമംഗലം, ഓന്റെ വായിലുള്ള വൃത്തികെട്ട നാവ് എങ്ങോട്ടും വളക്കണ ഒരു സാധനമാണ്. അപ്പൊ ഇസ്ലാമൊന്നും നമുക്ക് പ്രശ്നമല്ല. അപ്പൊ ഓൻ പറയണ ഒരു സാങ്കല്പിക കഥ എന്താണ്? ഇവിടെ ചെമ്പ്രവട്ടത്താണ് ഇത് പ്രസംഗിക്കണം, മലപ്പുറം ജില്ലയിലെ. അപ്പൊ ചെമ്പ്രവട്ടത്ത് നമ്മളങ്ങനെ നബിദിന റാലി നടത്താൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പൊ അതാ വേറെ ഖുറാഫിയുമല്ല, കുറ്റിപ്പുറത്ത് വിളിച്ചു പറഞ്ഞു, ഇതാ ഇവിടെ നബിനെ വന്നിട്ടുണ്ട്, ചങ്ങായിമാരെ മൊയന്താൾ അങ്ങ് അവിടെ റാലി എടുത്താൻ നിൽക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നബിനെ കാണാൻ വേണ്ടി ഈ റാലി ഉപേക്ഷിച്ച് അങ്ങോട്ട് പോകൂലേ എന്നതുപോലെ സ്വഹാബത്തിന്റെ കാലത്ത് റാലി നടത്താൻ പാടില്ല. കാരണം ഒരു നബിന്റെ സദസ്സിൽ ഇരിക്കുകയാണ്, നബിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്തിനാണ് ഒരു റാലി നടത്തുന്നതാണ് ഈ മൊല്ലന്റെ ഗമണ്ടൻ ആനത്തല പോലെയുള്ള ചോദ്യം. അതെന്തോടോ സ്വഹാബത്തിന്റെ കാലത്ത് റാലി നടത്തിയ കുഴപ്പം? ആ റാലിന്റെ മുമ്പിൽ നിൽക്കേണ്ട റസൂലുള്ളാഹി നിങ്ങളെ വാദപ്രകാരം. കാരണം എന്താ? 2 പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷമാണ്, ലൈലത്തുൽ ഖദറിനേക്കാൾ വലിയ ആഘോഷമാണ്, നമസ്കാരത്തേക്കാൾ വലിയ പുണ്യമാണ്. അത്തരം കാര്യങ്ങൾക്ക് റസൂലുള്ളാഹിന്റെ കാലത്തുള്ള എല്ലാ ഇബാദത്തുകൾക്കും നേതൃത്വം കൊടുത്ത റസൂലുള്ളാഹി. അപ്പൊ ഇതിനും ഈ റാലിന്റെ മുമ്പിൽ കൊടി പിടിച്ച് നിൽക്കേണ്ടത് റസൂലുള്ളാഹി. അതിന്റെ തൊട്ടുബേക്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു, പിന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ബേക്കിലുള്ള സഹാബത്ത് ഇങ്ങനെ വരിവരിയായിട്ട് നിന്നിട്ട് മദീനയുടെ തെരുവിലൂടെ റാലി നടത്താൻ റസൂലുള്ളാഹിക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഇനി ഇവന്റെ വാദപ്രകാരം സമ്മതിച്ചു കൊടുക്കുക, റസൂലുള്ളാഹിന്റെ കാലത്ത് റസൂലുള്ളാഹിനെ കാണാതെ ഒരു സെക്കൻഡ് പോലും സഹാബത്തിന് ഇരിക്കാൻ കഴിയുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണുള്ളത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹിന്റെ സദസ്സ് വിട്ടു പോകാതെ റാലിക്ക് പോകാതിരുന്നത് എന്ന വാദം നമുക്ക് അങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കുക. എന്നാ റസൂലുള്ളാഹിന്റെ കാലശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം എത്ര വർഷം? 80-90 വർഷം ജീവിച്ച സഹാബത്ത് ഉണ്ടായിട്ടില്ലേ? അവരുടെ കാലത്ത് റാലി നടത്തിയോ? ഈ സ്വഹാബത്ത് പോട്ടെ, അവരെ കുട്ടികൾ റാലി നടത്തിയോ? കുട്ടികളെങ്ങനെ വരിവരായിട്ട് ഇങ്ങനെ കൊടിയും പിടിച്ചിട്ട് ഈന്തപ്പനന്റെ മട്ടെല്ലാം പിടിച്ചിട്ട് കൊടിയും പിടിച്ചിട്ട് ഇങ്ങനെ പായസം തിന്നോർക്കെല്ലാം ഞങ്ങൾ ആശംസ നേർന്നിടുന്നു പാട്ടും പാടിയിട്ട് ഇങ്ങനെ കുട്ടികൾ വരിവരായിട്ട് ഇങ്ങനെ മദീനത്തിന്റെ തെരുവിലൂടെ ഇങ്ങനെ റാലി എടുത്തോ? റാലി നടത്തിയ കുട്ടികൾക്ക് അടപ്പായസം കൊടുക്കണ പോട്ടെ, ഒരു ഈത്തപ്പായ പായസം കൊടുത്തോ? അതിനുശേഷം വന്ന താബീങ്ങളെ കാലത്ത് റാലി ഉണ്ടായിരുന്നോ? താബീങ്ങളെ കാലത്ത് റാലി ഉണ്ടായിരുന്നോ? മദ്ഹബിന്റെ ഇമാമിങ്ങളെ കാലത്തുണ്ടായിരുന്നു റാലി. ഇത് പിൽക്കാലത്ത് ഈ ഫാത്തിമിയാക്കള് ഈ റാഫിലുകൾ കൊണ്ടുവന്ന ആചാരല്ലേ, അതിങ്ങനെ പരിപോഷിപ്പിച്ച് അതിനിങ്ങനെ എക്സ്ട്രാവിറ്റീസും വെച്ചു കൊടുത്തിട്ട് നിങ്ങൾ ഓരോ കൊല്ലം ഇതിങ്ങനെ വികസിപ്പിച്ചു കൊണ്ടിരിക്കുക എന്നല്ലാതെ റസൂലുള്ളാഹിന്റെ കാലത്ത് റാലി നടത്താത്തതിന്റെ കാരണമാണ് അത്രത്. വീഡിത്തം പോലപ്പിടിന്റെ അതിരില്ലേ? അപ്പൊ സഹോദരങ്ങളെ, ഇവന്മാരാണ് ഉണ്ടാക്കുകയാണ് തെളിവ്. ഞാൻ പറഞ്ഞില്ല, ഇതില്ലാത്ത തെളിവിന് വേണ്ടിയുള്ള വല്ലാത്ത പ്രഹസനങ്ങളാണ്. ഇപ്പൊ കുറച്ചു കാലം തുടങ്ങിയ മാഞ്ഞാളാണ് എല്ലാ പള്ളികളും ക്രിസ്ത്യൻ പള്ളിയെ വെല്ലുന്ന രീതിയിൽ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിക്കുക. ഇതിപ്പോ അടുത്ത കാലത്ത് തുടങ്ങിയതാണ്. ഇനി അടുത്ത വർഷം ഏതൊക്കെ കോലത്തിലെ രൂപാന്തരം പ്രാപിക്കുമെന്ന് പറയാൻ പറ്റൂല. അപ്പൊ ഈ ലൈറ്റ് ഇങ്ങനെ തൂക്കിട്ട് പള്ളി ഇങ്ങനെ അലങ്കരിക്കുന്നതിനെ കുറിച്ച് ഇവരുടെ തന്നെ 2 അഭിപ്രായങ്ങളുണ്ട്. അപ്പൊ അതിനെ ന്യായീകരിച്ചുകൊണ്ട് പകരയിലുമല്ല ഓന്റെ ഫത്വ കേട്ടോളി. അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മദിനത്തിന് നമ്മൾ ആ മാസത്തിന് ആദരിച്ച് ലൈറ്റ് വെക്കുമ്പോഴേക്കും ചോദ്യമായി. ഇതിലിരിക്കണവർക്ക് തന്നെ ഉണ്ടാവും ചോദ്യം, ഇതൊക്കെ വെച്ചവർക്ക് തന്നെ ഉണ്ടാവും ചോദ്യം. ഞാൻ ഇപ്പോഴും ഭാവാനി ലത്തീഫിനെന്നല്ല പറയുന്നത്, ഈ വെച്ച അത് പാണ്ടല്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ മാസത്തിൽ ലൈറ്റ് വെക്കുമ്പോഴേക്കും ഇസ്രാഫാണ്, മറ്റതാണ്, മറിച്ചതാണ്. സുബ്ഹാനല്ലാഹ്, എന്തൊക്കെയാണ് പറഞ്ഞത് കണക്കും കഴിയില്ല. അത് ബുഖാരിയിലുണ്ടോ മുസ്ലിമിലുണ്ടോ? മൂപ്പരെ മോളെ കല്യാണത്തിന്, മൊയിലേരന്നെ മോളെ കല്യാണത്തിന് പന്തൽ കെട്ടാൻ ഏത് ബുഖാരിയിലുള്ളത്? അതിന്റെ അപ്പുറത്തെ പേജിൽ ഇതുണ്ടെന്ന് എനിക്ക് പറയാനുള്ളത്. പന്തൽ കെട്ടി അതിനെ ഡെക്കറേഷൻ ചെയ്ത് പുതിയാപ്പിളക്ക് വേണ്ടിയുള്ള ലൈറ്റ് മുഴുവനും വെച്ച് ഒരു ബൾബ് പോരെ കണ്ണു കാണാൻ? ഇങ്ങനെ ബൾബുകൾ എന്തിന്? അതൊരു ഭംഗിയാണ്. ഈ ഭംഗി റസൂലുള്ളാഹിന്റെ മാസത്തിൽ മുഴുക്കെ നാം കൊടുക്കണം. 1 മുതൽ 30 അടങ്ങുന്ന ദിവസങ്ങളിൽ നല്ല ലൈറ്റുകൾ വെക്കണം. അതിലൊരു ഇസ്രാഫുമില്ല. ഇസ്രാഫ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണ്. ഇപ്പൊ കുറെ ആളുകൾ ഇസ്രാഫ് ഏറി ചെലവാക്കാന്ന് ഒരാൾ
ദൂർത്ത് എന്ന്. എന്നിട്ട് മൂപ്പർ എല്ലാത്തിന്റെ മേലുമാണ് ദൂർത്താണ്ട് ഹുക്കും ചെയ്യുക. നീ ഹുക്കും ചെയ്യേണ്ടതല്ല ഇസ്രാഫ്. ഇമാമിങ്ങൾ ഇസ്രാഫിന് ഉദാഹരണം പറഞ്ഞ എന്താ അറിയോ? പൈസ കൊണ്ടുപോയി കടലിലേക്ക് എറിയുക, ഇതുപോലുള്ളതാണ് ഉദാഹരണം പറഞ്ഞത്. ഒരു ഫലവുമില്ലാത്തത്. അപ്പൊ യുവമാരുടെ അടിയിൽ തന്നെ ഈ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. ഈ മാലൊക്കെ തൂക്കല്, ഈ ലൈറ്റ് തൂക്കല്, ഇതൊക്കെ പരിധി വിട്ടുപോയില്ലേ, ഇസ്രാഫ് അല്ലേ എന്ന് പറഞ്ഞപ്പോ ഇവന്റെ തെളിവാണിത്. എന്ത്? അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ ജന്മദിനത്തിൽ ഇങ്ങനെ പള്ളി അലങ്കരിക്കണേ ചില ആൾക്കാർക്ക് കണ്ണിക്കടിയാണ്, ചില ആൾക്കാർക്ക് വലിയ പുറത്തേടാണ്. എടോ, എന്റെ വീട്ടിലൊക്കെ കല്യാണത്തിന് ലൈറ്റ് തൂക്കണില്ലേ, വെളിച്ചത്തിനാണെങ്കിൽ ഒരു ബൾബ് പോരെ. എന്നാ പിന്നെ അങ്ങനെ പറയടോ നിങ്ങള്. ഞങ്ങൾ ഈ നബിദിനത്തിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന എല്ലാ തോന്നിയാസങ്ങളും, നിങ്ങൾ ഈ കല്യാണത്തിന് കാട്ടിക്കൂട്ടുന്ന അലവലാതിത്തരങ്ങളുണ്ടല്ലോ, അതുപോലത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സമ്മതിച്ചാൽ പ്രശ്നം തീർന്നല്ലോ. എന്നിട്ട് ഓന്റെ വക ഇസ്രാഫിന്റെ ഒരു വ്യാഖ്യാനം എന്ത്? ധൂർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇമാമിയങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ധൂർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോട്ടുകെട്ടുകൾ കടലിൽ കൊണ്ടുപോയി വലിച്ചെറിയലാണ്, ഒരു കാര്യമില്ലാതെ, അതാണ് ധൂർത്ത്, അല്ലാത്തതൊന്നും ധൂർത്തല്ല. ഇവിടെ അതിന് ധൂർത്ത് എന്നാ പറയാ, പിരാന്ത്, നട്ടപിരാന്ത് എന്നല്ല ഇതിന് പറയാ. ഇപ്പൊ ഇവന്റെ മക്കളോ പേരെ കുട്ടികളോ ഈ റബീലുവലൊക്കെ ഇതുപോലത്തെ മൊല്ലമാര് പൈസ നല്ല ഉണ്ടാക്കുമല്ലോ. അപ്പൊ പെരയിൽ ഇങ്ങനെ കൊടുത്തിട്ട് മൗലൂദ് പൈസ ഇങ്ങനെ അട്ടിക്കട്ടി കൊടുത്ത് നിൽക്കുക, 500 നോട്ട് ഇങ്ങനെ കൊടുത്ത് നിൽക്കുകയാണ്. ആ നോട്ടിന്റെ കെട്ടുന്നപ്പോ എന്റെ മോനോ പേരെ കുട്ടിയോ ഒരു നോട്ട് എടുത്തിട്ട് ഇപ്പൊ മഴക്കാലമുള്ളോ കർക്കട മാസത്തിൽ ഒരു കടലാസ് തോണി ഉണ്ടാക്കി 500 നോട്ടുണ്ട്, എന്നിട്ട് ഇങ്ങനെ വെള്ളത്തിൽ ഉരുട്ടി കളിക്കുകയാണ്. ഇപ്പം വന്നിട്ട് എന്താ പറയാ? എടാ കുട്ടി, നമുക്ക് ഇത് ഇസ്രാഫാണെന്ന് പറയോ, അത് തോന്നിയാസാന്ന് പറയോ? അനക്കൊരു 10 റുപ്യന്റെ നോട്ട് കൊണ്ട് തോണിണ്ടാക്കിയ പോരെ, ഇത് 500 നോട്ടല്ലേ? ഞാൻ ഈ കണ്ണി കണ്ട തെളിവും കള്ളത്തെളിവും ഒക്കെ ഉണ്ടാക്കിയിട്ട് മൗലൂദ് ഓതി ജനങ്ങളെ പറ്റിച്ചുണ്ടാക്കിയ പൈസ അല്ലേ, ഇതങ്ങനെ നശിപ്പിക്കാൻ പാടുണ്ടോ? എന്താ പറയാ? പിരാന്താന്ന് പറയുന്നത് ഇസ്രാഫ് എന്നല്ല പറയാ. എന്താണോ ഇസ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു ചെലവഴിക്കാൻ അനുവദിക്കപ്പെട്ട കാര്യത്തിന്റെ അപ്പുറം ചെലവഴിക്കല ഇസ്രാഫ്. അല്ലാതെ നോട്ട് ഇങ്ങനെ കടലിൽ കൊണ്ട് വലിച്ചെറിഞ്ഞതിന് ഇസ്രാഫ് എന്നല്ല പറയാ, പിരാന്ത് എന്നാ പറയാ. അങ്ങനെ ഈ പകരന്റെ വരെയുള്ള ഒരുത്തം ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേന്ന് ചങ്ങലക്കിട്ട് കൊണ്ടുപോകും ഹോസ്പിറ്റലിലേക്ക്. ഇവൻ ഇങ്ങനെ ഒരു പിരാന്ത് തുടങ്ങിയിട്ടുണ്ട്, ഞാൻ അധ്വാനിച്ച് കൊണ്ടുവരണ, ഞാൻ ഈ ഖുറാഫാത്തും ശിർക്കും പൊലമ്പീറ്റ് കൊണ്ടുവരുന്ന പൈസ മയോ ഇപ്പം കടലിൽ കൊണ്ടുപോയി വലിച്ചെറിയണമെന്ന് പറഞ്ഞിട്ട് അത് ഇസ്രാഫിന്റെ ക്ലാസ് തുറക്കല്ലേ ചെയ്യുക, പിരാന്തിനുള്ള ചങ്ങലട്ട് കൊടുക്കും. മനസ്സിലായോ? ഇനിയിപ്പം പറയണ്ടല്ലോ ചില ആൾക്കാർക്ക് വല്ലാത്ത കണ്ണുക്കടിയാണ് ലൈറ്റ് തൂക്കണിനെ കുറിച്ച് എന്നുള്ളത്. ഇവിടെ ഇവരെ കൂട്ടത്തിൽപ്പെട്ട മുതിർന്ന ഇവർ ഔലിയാക്കൾ എന്ന് പറയുന്ന പണ്ഡിതന്മാരെന്താ അതിനെ കുറിച്ച് പറഞ്ഞത്? ഇവരെല്ലാവരും അംഗീകരിക്കുന്ന ഒരാളാണ് അത്തിപ്പറ്റ ഉസ്താദ് എന്ന് പറയുന്ന ആള്. ഈ അടുത്ത കാലത്താണ് മരണപ്പെട്ടത്. അദ്ദേഹം ഇതിനെ കുറിച്ച് എന്താ പറഞ്ഞത് കേട്ടോളി. വ്യാപിച്ചിരിക്കുകയാണ്. പള്ളികൾക്ക് ആകെ ലൈറ്റുകൾ മൂടിയിരിക്കുക. എന്തിനാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന അടയാളം തോന്നിപ്പോയത്. പള്ളികൾ, വീടുകൾ, കംപ്ലീറ്റ് ലൈറ്റ് ഇതൊക്കെ മുസ്ലിം ആചാരമല്ല എന്ന് മനസ്സിലായി. ആ മുസ്ലിം ആയിരിക്കുന്ന അവരാണ് സീനെ ആരാധിക്കുന്ന വെളിച്ചത്തിൻ്റെ ആരാധിക്കുന്ന അത് നമ്മൾ പങ്കെടുക്കരുത്. അന്ന് നല്ലത് ആവശ്യത്തിനൊക്കെ താക്കില്ല, അനാവശ്യമായിട്ടൊന്നും ചെലവാക്കാൻ പറ്റും. നമ്മൾ ചോദ്യം ചെയ്യുന്ന പരിപാടി വെറുതെ വിടൂല. എഴുതാൻ ശ്രദ്ധിക്കണം. എന്താണോ പകരം എനിക്ക് പറയാനുള്ളത് ഇതിനെ കുറിച്ച്? എൻ്റെ തല തൊട്ടപ്പനായ ഉസ്താദാണിത്. ഇദ്ദേഹം പറയുന്നത് ഇത് തെറ്റാണ്, ഇത് മുശ്രിക്കുകളുടെ ആചാരമാണ്, ഈ പള്ളി ലൈറ്റ് കൊണ്ട് അലങ്കരിക്കല്, ഇത് മജൂസികളുടെ അഗ്നി ആരാധകരുടെ സ്വഭാവമാണ്, നമ്മളിത് ചെയ്യാൻ പാടില്ല. മൂപ്പർക്ക് ഈ പറഞ്ഞ ഹുബും നബിസ്നേഹം മൂപ്പർക്ക് തിരിഞ്ഞില്ല. ഇനി അത്തിപ്പറ്റ ഉസ്താദിന് അത്തും പിത്തുമാണ്, അയാൾക്ക് തലക്ക് വെളിവില്ല എന്ന് പറയാൻ നിൽക്കണ്ട. ആരായിരുന്നു നിങ്ങൾ അത്തിപ്പറ്റ ഉസ്താദ്? വലിയാണ്, വലിയ സൂക്ഷ്മതയുള്ളതാണ്, നബിയോട് അങ്ങേറ്റ സ്നേഹം ഉണ്ടായിരുന്ന ആളാന്നാ പറയണത്. കേട്ടോളി. അത്തിപ്പറ്റ ഉസ്താദിന്റെ ഏറ്റവും വലിയ മഹത്വം അത്തിപ്പറ്റ ഉസ്താദിന്റെ അദബാണ്. ഇപ്പൊ ഞാൻ ഓഫർ ഉസ്താദിന് വണ്ടി കയറി പിന്നോട് പറഞ്ഞു, ഈ വണ്ടി ഞാൻ വിൽക്കൂല, വിറ്റിട്ടില്ല, ഇതിൽ അത്തിപ്പറ്റ ഉസ്താദ് കയറിക്കണ് പറഞ്ഞു. എന്താണ് ആ മഹാന്റെ ഇത്ര വലിയ ക്വാളിറ്റി? സുന്നത്തിന്റെ ആളാണ്, വേറൊന്നുമില്ല. അല്ല, അത് ഇത്ര ഐറ്റം വെയിറ്റും ഉള്ള ആളപ്പോൾ അത് നെഞ്ച് മുഴുവനും മുഹമ്മദ് നബിയാണ്, പെരുമാറ്റം മുഴുവനും സുന്നത്താണ്. ഇതാണത്രേ അത്തിപ്പറ്റ ഉസ്താദ്. എന്താ മൂപ്പര് പ്രത്യേകത? മൂപ്പര് സുന്നത്തിന്റെ ആളാണ്, നെഞ്ച് മുഴുവനും മുഹമ്മദ് നബിയാണ്, പെരുമാറ്റം മുഴുവനും നബിനോടുള്ള സ്നേഹമാണ്, അതബുള്ള ആളാണ്. അങ്ങനെയുള്ള ആളാണ് പറയുന്നത് നിങ്ങൾ എന്തിന്റെ പേരിലായാലും ഈ പള്ളി അലങ്കരിക്കല്, ലൈറ്റ് തൂക്കല് ഇതൊന്നും ശരിയല്ല, ഇത് ഇസ്ലാമിൽ പെട്ടതല്ല, ഇത് മുശ്രിക്കുകളുടെ ആചാരമാണ്, മജൂസികളുടെ ആചാരമാണ്. ഇവർക്കുണ്ട് അത്തിപ്പറ്റ ഉസ്താദിനെ വല്ല നിലയും വരും. അത്തിപ്പറ്റ ഉസ്താദ് അല്ല, നാളെ വന്നിട്ട് അള്ളാന്റെ റസൂൽ എന്നാണ് പറഞ്ഞു കൂടി. അങ്ങനെയാണ് പോലെ വിശ്വാസം. അള്ളാന്റെ റസൂൽ ഇവിടെയൊക്കെ വരലുണ്ട്, ഈക്കിനെ കാണലുണ്ട്, ഏപ്പിനെ കാണലുണ്ട്, മറ്റോളെ കാണലുണ്ട്, എല്ലാ സദസ്സിലും വരും, മൗലൂദിന്റെ സദസ്സിൽ വരും, നബിദിനാഘോഷത്തിന്റെ സ്റ്റേജിലുണ്ടാവും, സമസ്തന്റെ രൂപീകരണത്തിനാണ് തന്നെ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഉള്ള ഒരു പ്രചരണം. അങ്ങനെ റസൂലുള്ള വന്നിട്ട് പറയണതാ എന്റെ ജന്മദിനത്തിന്റെ പേരിൽ നിങ്ങൾ ഈ തോന്നിയാസം ചെയ്യരുത്, ഈ പള്ളി ഇങ്ങനെ അലങ്കരിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താ പറയാ? പോയി പണിയൊക്കെ മുഹമ്മദ്, ഇജും വഹാബിയായോ എന്ന് ചോദിക്കും. ഇവൽക്കെന്ത് നബി സ്നേഹം, ഇവൽക്കെന്ത് റസൂല്, ഇവൽക്കെന്ത് അത്തിപ്പറ്റ ഉസ്താദ്?
ഇവർക്ക് റബീഉൽ അവ്വൽ മാസത്തിൽ കിടന്ന് റോട്ടുമ്പോ കിടന്ന് കൂത്താടണം, സകല തോന്നിയാസം ചെയ്യണം. അതിനും വേണ്ടി എന്ത് മെനക്കെട്ടും ഖുർആൻ ഹദീസും വളച്ചൊടിക്കും. അതിനെതിരെ അത്തിപ്പറ്റ ഉസ്താദല്ല, ആര് പറഞ്ഞു കഴിഞ്ഞാലും ചവറ്റുകുട്ടയിലേക്കാണ് തള്ളും. ഇതാണ് ഇവരുടെ സ്വഭാവം. സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞല്ലോ, ഇത് ഇസ്ലാമിലില്ലാത്തൊരു പുത്തനാചാരത്തിന് വേണ്ടിയിട്ടാണ് ഇവർ പെടാപ്പാടുപെടുന്നത്. ഈ പുത്തനാചാരത്തെ കുറിച്ചാണ് ഇവന്മാര് പറയുന്നത്. 2 പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷം, ലൈലത്തുൽ ഖദറിനേക്കാൾ പോരിശയുള്ള രാവ്, നമസ്കാരത്തെക്കാൾ വലിയ മഹത്വമുള്ള ഇബാദത്ത് എന്നൊക്കെ പറയുന്ന ഈ സംഗതിയെക്കുറിച്ച് ഇവർ തന്നെ ആദരിക്കുന്ന ദ്വയൂബന്ദ് ഉലമാക്കളുടെ നിലപാടെന്തായിരുന്നു? സമസ്തയുടെ ഏറ്റവും വലിയ നേതാവായ, സമസ്തയുടെ പ്രസിഡന്റായ ഈ സുലൈമാൻ മുസ്ലിയാർ എന്ന് പറയട്ടെ. ഞാൻ ഒരു കാലത്ത് ദൈവത്തിൽ പഠിച്ചിരുന്നു. ദൈവന്ത് പണ്ഡിതന്മാർ ഒരു മൗലൂദ് കഴിച്ചില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞങ്ങൾ ഇങ്ങനെ റസൂലുള്ളാഹിൻ്റെ മൗലൂദ് കഴിക്കലുണ്ട്, എന്താണത് എന്ന് ചോദിച്ചാൽ പറഞ്ഞ് റസൂലുള്ളാഹിൻ്റെ മദ്ഹ് പറയലും ഭക്ഷണ വിതരണവും പൈസ കൊടുക്കലും ഒക്കെ തന്നെയാണ്. അങ്ങനെ സഭ സംഘടിപ്പിക്കൽ അതിൻ്റെ വിധേയത്വമൊന്നുമില്ല, നല്ല കാര്യം തന്നെയാണ് എന്ന് ഓരോ സമ്മതിച്ച്. ദൈവന്തിയാളെ നമുക്ക് തള്ളി പറയാൻ പറ്റില്ല, ഓരോ സംഭവിച്ച കാര്യം. ഇവിടെ എന്താ കഴിക്കാത്ത വെച്ച്, ഇവിടെ പതിവുണ്ടായിട്ടില്ല, അതുകൊണ്ടാണ് പറഞ്ഞു. ഇവിടെ പതിവുണ്ടാക്കിയിട്ടില്ല, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് അത് നല്ല കാര്യം തന്നെയാണ് അവരും പറഞ്ഞ്. അപ്പൊ മൂപ്പര് ദ്വയൂബന്ദ് പഠിച്ച കാലത്ത് ദ്വയൂബന്ദ് ഉലമാക്കൾ മൗലൂദ് കഴിക്കാറില്ല. അപ്പൊ മൂപ്പര് പറഞ്ഞത്രേ, ഞങ്ങളെ നാട്ടിലൊക്കെ കഴിക്കാറുണ്ട്. അപ്പൊ എന്തായാലും പരിപാടി അതിങ്ങനെ മൗലൂദ്, മദ്ഹ് പാരായണം, ഭക്ഷണം കൊടുക്കൽ, ഇതൊക്കെയാണ്. അങ്ങനെയാണെങ്കിൽ അതൊക്കെ നല്ല കാര്യമല്ലേ, അതൊന്നും ബിദ്അത്തല്ല. അപ്പൊ ഇത്രയും നല്ല കാര്യമായ ഒരു ആചാരം, നല്ല ഇബാദത്തായ ഒരു കാര്യം നിങ്ങളെന്താ കഴിക്കാത്തത് ദ്വയൂബന്ദ് ഉലമാക്കളോട് ചോദിച്ചപ്പോ അവർക്കത് കഴിക്കുന്ന പതിവില്ല എന്ന് പറഞ്ഞത്രേ. അതെങ്ങനെയോ ശരിയാവുക? ഈ ദ്വയൂബന്ദ് ഉലമാക്കൾ തള്ളിക്കളയാൻ പറ്റാത്ത ആളുകളാണ് സുലൈമാൻ മുസ്ലിയാർ പറയുന്നു. ഈ ദ്വയൂബന്ദ് ഉലമാക്കള് ഇത്രത്തോളം പ്രാധാന്യമുള്ള ഒരു ഇബാദത്ത്, 2 പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷമുള്ള സംഗതി, ലൈലത്തുൽ ഖദറിനേക്കാൾ പോരിശയുള്ള സംഗതി, നമസ്കാരത്തെക്കാൾ പ്രാധാന്യമുള്ള ഇബാദത്ത്, ഇത് അവർക്ക് കഴിക്കുന്ന പതിവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ദ്വയൂബന്ദ് ഉലമാക്കൾക്ക് ഇസ്ലാമിലെ അടിസ്ഥാനപരമായ കാര്യങ്ങളോട് താല്പര്യമില്ല എന്നല്ലേ, അവർക്കത് ചെയ്ത് ശീലമില്ല എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. ദ്വയൂബന്ദ് ഉലമാക്കൾക്ക് തിങ്കളാഴ്ചയും വ്യാഴാഴ്ച സുന്നത്ത് നോമ്പ് പരിചയമില്ല, ശീലമില്ല നിങ്ങൾ പറയോ? അവർക്ക് മുഹറം 9-നും 10-നും നോമ്പ് വെക്കൽ ശീലമില്ല, അത് പരിചയമില്ല എന്ന് നിങ്ങൾ പറയോ? അവർക്ക് ചൊവ്വാലിൽ 6 നോമ്പ് അത് ശീലമില്ലെന്ന് പരിചയമില്ലെന്ന് നിങ്ങൾ പറയോ? അങ്ങനെ ഇസ്ലാമിൽ എണ്ണപ്പെട്ട അനേകായിരം സുന്നത്തുകൾ അതൊന്നും ദ്വയൂബന്ദ് ഉലമാക്കൾക്ക് പരിചയമില്ലായിരുന്നു, അവരത് കഴിക്കാറില്ല നിങ്ങൾ പറയോ? ഇത് എന്തുകൊണ്ട് അവർക്ക് പരിചയമില്ലാതെ പോയി? ഇത് ഇസ്ലാമിൽ ഇല്ലാത്തൊരു സംഗതിയാണെന്ന് എല്ലാവർക്കും അറിയാം. ഇത് പിൽക്കാലത്തുണ്ടായ ബിദ്അത്താണ്. അതുകൊണ്ടാണ് തള്ളിക്കളയാൻ പറ്റാത്തവരെന്ന് നിങ്ങൾ തന്നെ പറയുന്ന ദ്വയൂബന്ദ് ഉലമാക്കൾ വരെ ഇത് കഴിക്കാത്തത്. ഇനി ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് നിങ്ങൾക്ക് വേണ്ടത്? സാധാരണക്കാരോട് ഞങ്ങൾ ചോദ്യം, ഖുറാഫി മൊല്ലമാരോടല്ല. അവർക്ക് ഇനി തെളിവ് ആനത്തലിനെ പോലത്തെ തെളിവ് കിട്ടിയാലും അള്ളാന്റെ റസൂൽ ഒന്ന് പറഞ്ഞാലും അവർ ചവറ്റുകുട്ടയിലേക്കാണ് തള്ളും. കാരണം അവർക്ക് ഇതുകൊണ്ട് ചില ഉദ്ദേശങ്ങൾ, ലാഭങ്ങളുണ്ട്. അതിനെതിരെ ഏത് പ്രമാണം കൊണ്ടെന്നാലും ഏത് ദീന് പറഞ്ഞാലും അവർക്ക് സ്വീകാര്യമല്ല കുബൂരി പുരോഹിതന്മാർക്ക്. പക്ഷെ സാധാരണക്കാരെ, നിങ്ങൾ ഇത് നബിയോടുള്ള സ്നേഹത്തിന്റെ പേരിലാണ് നിങ്ങൾ ഇത് നടത്തുന്നതെങ്കിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കണം, ഇതിൽ നിന്നും വിട്ടുനിൽക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അള്ളാഹുവിന്റെ റസൂലിന് പരിചയമില്ലാത്ത, സ്വഹാബത്തെ ആദരിച്ചിട്ടില്ലാത്ത താബിഈങ്ങൾക്കോ തബഉ താബിഈങ്ങൾക്കോ മദ്ഹബിന്റെ ഇമാമിങ്ങൾക്കോ, എന്തിനധികം ഈ അടുത്ത കാലത്ത് ജീവിച്ച് മരണപ്പെട്ടു പോയ ദ്വയൂബന്ദ് ഉലമാക്കൾക്ക് പോലും പരിചയമില്ലാത്ത ഈ പുത്തനാചാരത്തിൽ നിന്നും നിങ്ങൾ വിട്ടുനിൽക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മനസ്സിലായ നിങ്ങൾക്ക്? മൊല്ലമാരങ്ങൾ നമ്പരുത്. അവന്മാർ അവരുടെ സ്വാർത്ഥ ലാഭങ്ങൾക്കും വേണ്ടി തെളിവുകൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. നിങ്ങൾ ഇത്രയും കാലം കേൾക്കാത്ത കഥകളും ചരിത്രങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കും, ഖുർആനിനെയും ഹദീസിനെയും ദുർവ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കും. അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അവരുണ്ടാക്കുന്ന ഓരോ കഥകൾ, ഉണ്ടാക്കുന്ന ഓരോ പോരിശകൾ പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ ഇബ്ലീസ് പോലും നാണിച്ചു പോകും. ഇതാ നമ്മളെ ആറ്റുപുറം അലിബാക്കവിയുടെ വിചിത്രമായൊരു കഥ കേട്ടോളി. നബിന്റെ വെള്ളപ്പൊക്കത്തിൽ കപ്പലിൽ കയറിയ പാമ്പ് നബിന്റെ വയല് കേട്ടിരുന്നു. അവസാനം വരുന്ന നബി ഈ മക്ക നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുമ്പോ ഒളിച്ചിരിക്കുന്ന ഗുഹയാണ് സൗർ ഗുഹ. ഈ വയല് കേട്ട പാമ്പ്, നബിന്റെ വെള്ളപ്പൊക്ക കാലത്തുണ്ടായ പാമ്പ്, വെള്ളം വറ്റിയപ്പോ സൗറുമലയിൽ വന്നിരുന്നു. അവസാനം വരുന്ന നബി ഇവിടെയാണ് ഒളിച്ചിരിക്കുക കാണാൻ വേണ്ടി. ഒരു പാമ്പ് 4000-5000 കൊല്ലം ജീവിക്കും. പാമ്പിന് അത്ര ആയുസ്സുള്ള ജീവിയാണ്. നമ്മളെ ദൃഷ്ടിയിൽ പെട്ടിട്ടില്ലെങ്കിൽ, നമ്മളെ ദൃഷ്ടിപ്പെട്ട നമ്മൾ എറിഞ്ഞു കൊല്ലുമല്ലോ. അങ്ങനെയാണ് പാമ്പ് കാത്തിരുന്നു. സിദ്ദീഖ് കാല് വെച്ചാൽ പാമ്പ് പറ്റാതിരിക്കോ? എത്ര വർഷങ്ങളായി ഇവിടെ കാത്തിരിക്കുന്ന റസൂലുള്ളാഹിന്റെ വരവും. അങ്ങനെയാണ് പാമ്പ് സ്നേഹിച്ചത്.
എന്തടിച്ചു കയറ്റി പാമ്പായിട്ടാണ് ഇവനെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാകാത്തത്. അപ്പൊ പുതിയ കഥയാണ് ഇപ്പത്. എന്ത് ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയപ്പോ ഒളിച്ചിരുന്ന സൗർ ഗുഹ, ആ സൗർ ഗുഹയിൽ പാമ്പ് കടിച്ചൊരു സംഭവം സാധാരണ പറയാറുണ്ടല്ലോ. ആ പാമ്പ് ഏത് പാമ്പാണ്? നൂഹ് നബിന്റെ കാലത്തുണ്ടായിരുന്ന കപ്പലിലുണ്ടായിരുന്ന ആ രക്ഷപ്പെട്ട പാമ്പാണ്. എന്നിട്ട് മൂപ്പരെ വലിയൊരു കണ്ടെത്തല്, പാമ്പിന് 5000-4000 കൊല്ലൊക്കെ ആയുസ്സുണ്ടാവും. നമ്മളെ കണ്ണിൽ പെട്ടിട്ട് നമ്മൾ തച്ചു കൊന്നിട്ടാണ്, അല്ലെങ്കിൽ 5000-4000 കൊല്ലത്തൊക്കെ ആയുസ് ഒരു പാമ്പിനുണ്ടാവും. എന്താണ് ഇവന്മാരി പറഞ്ഞുകൊണ്ടിരിക്കണത്? ഇത് കാക്കക്ക് 1500-2000 കൊല്ലം ആയുസ് പോലും കൊടുത്തില്ലേ നബിനെ കണ്ട കാക്ക എന്ന് പറഞ്ഞവരാണ്. ഇവിടെ ഒരു പാമ്പിന്റെ മാക്സിമം ആയുസ് എത്ര? 30 കൊല്ലം. ഇതൊക്കെയാണ് പാമ്പിന്റെ ആയുസ്. അല്ലാതെ 5000-4000 കൊല്ലം ജീവിക്കണ ഏത് പാമ്പാണ്? ഇരിക്കട്ടെ പാമ്പേ. അങ്ങനെ എന്തോ ഈ കപ്പലിലുള്ള പാമ്പ് നൂഹ് നബിന്റെ പ്രഭാഷണത്തിനെ കേട്ടിട്ട് അവസാന കാലത്ത് നബി വരാണ്ട് മുഹമ്മദ് നബി, ആ നബി ഇന്ന കാലത്ത് വരും, ഇന്ന സ്ഥലത്ത് വരും എന്നൊക്കെ പറഞ്ഞിട്ട് ആ നബിനെ കാണാനുള്ള പൂതി കൊണ്ടാണ് അവിടുന്ന് രക്ഷപ്പെട്ട് ഇവിടെ വന്നിട്ടുള്ളത്. എന്നിട്ട് ആ പാമ്പ് 5000 കൊല്ലായിട്ട് റസൂലുള്ളാഹിനെ കാത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് മടന്റെ ഉള്ളില്. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടി ഈ ഗുഹയിൽ ഒളിച്ചിരിക്കുന്നത്. അതോടുകൂടി പാമ്പിന് ആവേശമായി 5000 കൊല്ലത്തെ എന്റെ കാത്തിരിപ്പിത സഫലമാകാൻ പോകുന്നു, എന്റെ ആഗ്രഹം പൂണിയാൻ പോകുന്നു എന്ന് വിചാരിച്ചിട്ട് ആ മടന്റെ പുറത്ത് ഇങ്ങനെ തലടിണ റസൂലുള്ളാഹിനെ കാണാൻ വേണ്ടി. അപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാലുകൊണ്ട് ചവിട്ടി കൂട്ടിയിട്ട് ആ മടം കണ്ട് അടക്കണത്. പാമ്പിന് ദേഷ്യം പിടിക്കൂലേ? കാരണം പാമ്പിന് എത്ര കാലായി നബിനെ കാണാൻ വേണ്ടി കാത്തിക്കണേ. ഒന്നും വേണ്ട, 3-4 കൊല്ലം ഗൾഫിൽ നിന്ന് കെട്ടിയോൻ ഇങ്ങോട്ട് വരുമ്പോ ആ കെട്ടിയോൻ കാറിന് ഇങ്ങനെ ഇറങ്ങണ രംഗം കാണാൻ വേണ്ടി ജനന്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ ഓളിങ്ങനെ നോക്കി നിൽക്കുമ്പോ ബാക്കിൽ കൂടി പോയിട്ട് അമ്മായിമ്മ കണ്ണങ്ങോട്ട് പൊത്തി അങ്ങനെ ഉണ്ടാവും. കുക്കറിന്റെ മൂടി തലക്കൊന്നാണ് കൊടുക്കൂലേ അമ്മായിമ്മയാണെന്ന് പറഞ്ഞിട്ട്. പിന്നെ 5000 കൊല്ലം കാത്തിരുന്ന ഒരു പാമ്പിന്റെ അവസ്ഥ പറയാണ്ടോ? ആ ദേശത്തിലാണ് അബൂബക്കർ സിദ്ദീഖിനെ റളിയല്ലാഹു അൻഹു പാമ്പ് കൊത്തിയത് എന്നാണ് ഇവൻ പറയണത്. ഇതിൽ വേറെ സംഭവം പാണ്ട്. ഇത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മനസ്സിലായില്ലേ? വഴി പറയുന്ന മഹാനല്ലേ, ഔലിയാക്കളുടെ നേതാവല്ലേ, ഈ ഉമ്മത്തിലെ ഒന്നാമത്തെ വലിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഈ പാമ്പിന്റെ മനസ്സിലായില്ലേ? ഞാൻ അങ്ങനെ പൊത്താൻ പാടില്ല, ആ പാമ്പ് റസൂലുള്ളാഹിനെ കൊത്തൊന്നുമില്ല, 5000 കൊല്ലായിട്ട് കാത്തിരിക്കാണ് റസൂലുള്ളാഹിനെ കാണാന്, കണ്ടോട്ടെ കൺകുളിർക്ക കണ്ട് സായുജ്യം അടഞ്ഞോട്ടെ എന്ന് വിചാരിക്കല്ലേ വേണ്ടിയത് അല്ലേ? അപ്പൊ സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞില്ലേ മധുവാണ് പറയുന്നേ, വിഷജീവിയായ പാമ്പിനെ വരെ മഹത്വവൽക്കരിക്കുകയാണ്. മനസ്സിലായോ? കാരണം ഈ റാലിയിലും നിബിധനത്തിനും സകലമാന വിഷജീവികളും ഇറങ്ങുന്ന സമയമുള്ളത്. അപ്പൊ എല്ലാവർക്കും തെളിവുണ്ടാക്കി കൊടുക്കണ്ടേ? അപ്പൊ നിങ്ങളെ കാട്ടിയും ഉഗ്രവിഷമുള്ള പാമ്പ് വരെ റസൂലുള്ളാഹിനെ സ്നേഹിച്ചിട്ടുണ്ട്, പിന്നെന്താ അങ്ങക്ക് സ്നേഹിച്ചാലെന്നാണ് കൗമിന് കൊടുക്കണ മെസ്സേജ്? ഇങ്ങനെ തൊള്ളി തോന്നിയത് വിളിച്ചു പറയുന്ന നബി സ്നേഹത്തിന്റെ മറവില് ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങൾ, പ്രമാണങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങൾ, ഒരു മനുഷ്യന് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങൾ ഓരോ കൊല്ലം ഓരോ കഥ അങ്ങോട്ട് പടച്ചിറക്കും. ഒരു ബിദ്അത്തിനും വേണ്ടി, ഒരു ബിദ്അത്ത് നിലനിർത്താൻ വേണ്ടിയിട്ട്, ഒരു ബിദ്അത്ത് സമൂഹത്തിൽ വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൊറാട്ട നാടകങ്ങള്. ഇവർക്ക് എന്ത് ബിദ്അത്ത്? ഇവർക്ക് ബിദ്അത്തിന്റെ ഗൗരവം മനസ്സിലാണെങ്കിൽ എന്താണ് ബിദ്അത്ത് എന്ന് ഇവർക്ക് മനസ്സിലാകണ്ടേ? സാധാരണക്കാരെ കാര്യം പോകട്ടെ സഹോദരങ്ങളെ, വലിയ വലിയ ആലിമുൽ അല്ലാമമാര് ബിദ്അത്തിനെ വ്യാഖ്യാനിക്കണ കോലം കേട്ടോളൂ നിങ്ങള്. ഇപ്പൊ പന്തുകളി ലോകത്ത് നടക്കുകയാണ്. എല്ലാ സ്ഥലത്തും ഒരുപാട് സംഘടനകളും പ്രശ്നങ്ങളൊക്കെ നടക്കുകയാണ്. അതിന്റെ പേരിൽ നമ്മളെ നാടുകളിലൊക്കെ കട്ടൗട്ടുകളും ഫ്ലക്സുകളും എത്ര വലിപ്പം വേണം എന്ന വിഷയത്തിൽ ഓരോ ടീമുകളും മത്സരിക്കുകയാണ്. അതിന്റെ വാഗ്വാദങ്ങളും അതിന്റെ ട്രോളുകളൊക്കെ നടക്കുകയാണ്. എന്നാൽ ഇതൊന്നും ഒരു വിദയികൾക്ക് ഇതൊക്കെ വിദഗ്ധാണ് എന്നോ ഒരു ഫേസ്ബുക്കിലോ മറ്റു മാധ്യമങ്ങളൊന്നോ പറയാനില്ല. റബീഉൽ അവ്വൽ ഇങ്ങോട്ട് വന്നാൽ തുടങ്ങി ഓരോ വിദയിയായിരിക്കുന്ന ചിന്തക്കാര് വാടകെടുത്ത് കൊണ്ടുവന്ന് നബി ചെയ്തിട്ടുണ്ടോ മറ്റേ ചെയ്തിട്ടുണ്ടോ? എങ്ങനെയുണ്ട് സഹോദരങ്ങളെ? ഇതാണ് ഇവന്മാർ മനസ്സിലാക്കി വെച്ച ബിദ്അത്തിന്റെ കോലം. എന്താണ് ബിദ്അത്ത്, എന്താണ് സുന്നത്ത് എന്ന് പോലും അറിയില്ല. മൂപ്പര് ചോദിക്കാണ്. ഇപ്പൊ ഈ പന്തുകളിന്റെ സീസണാണല്ലോ, ലോകകപ്പ് ഫുട്ബോൾ കഴിഞ്ഞല്ലോ, ആ സമയത്ത് പ്രസംഗിച്ചതാണ്. അപ്പൊ അങ്ങനെ ഫ്ലക്സ് വെക്കണ ഓരോ രാജ്യത്തിന്റെ കളിക്കാരുടെ കട്ടൗട്ട് വെക്കുന്നു, ഫ്ലക്സ് വെക്കുന്നു, അതിൽ മത്സരിക്കുന്നു, പ്രശ്നങ്ങളുണ്ടാകുന്നു. ഇതൊക്കെ ബിദ്അത്താണെന്ന് പറയാൻ ഇവിടുത്തെ വഹാബികൾ എന്തുകൊണ്ട് ധൈര്യപ്പെടുന്നില്ല? എന്നാൽ റബീഉൽ അവ്വൽ വന്നു കഴിഞ്ഞാൽ ഇവരൊക്കെ ബിദ്അത്ത് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങും. എന്താണ് ഖുറാഫി പുരോഹിത ബിദ്അത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഇത് സാധാരണക്കാരനല്ല പറയണത്. ഇത് വലിയ ബിരുദാനന്ദ ബിരുദമൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ ഡബിൾ ബിരുദം ട്രിപ്പിൾ ബിരുദമൊക്കെ ഉണ്ടാവും, വല്ല തലയെക്കെട്ടും കെട്ടി ആലിമുലും എല്ലാമാണ് ഈ പറയണത്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ എന്താന്ന് പോലും മനസ്സിലായിട്ടില്ല. ഇവിടെ എന്താ ബിദ്അത്ത്? ഇവിടെ പന്തുകളുടെ പേരിൽ ഫ്ലക്സ് വെക്കണം, കട്ടൗട്ട് വെക്കണം, ദീനിന്റെ കാര്യമാണ്, ഇത് വലിയ പുണ്യമുള്ള കാര്യം എന്ന് പറഞ്ഞിട്ട് സാധാരണക്കാർ വെക്കണത്. അത് അവർക്ക് അന്തല്ലാത്തിന്റെ പേരിൽ ഓരോ തോന്നിയാസം ചെയ്യണമെന്നല്ലാതെ ഞങ്ങൾ എങ്ങനെ അത് ബിദ്അത്താന്ന് പറയാ?
ഈ നാളെ ഇതുപോലത്തെ ഒരു മൊല്ല പറയണേ, ഇതാ ഈ പന്ത് കളിയുടെ പേരിൽ വെക്കുന്ന ഫ്ലക്സുകൾ ഇത് സാധാരണ ഫ്ലക്സുകളല്ല, ഈ രാജ്യത്തിന് വേണ്ടി കളിക്കുന്ന കളിക്കാർ സാധാരണ കളിക്കാരല്ല. മുദബ്ബിറുൽ ആലം ലിയോണൽ മെസ്സി നവറുല്ലാഹു മർകദ കുതുബുൽ അക്താബ് നെയ്മറുൽ ഇസ്ലാം ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് ഷെയ്ഖുൽ മശായിഖ് റൊണാൾഡോ റളിയല്ലാഹു അൻഹു എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്ലക്സ് വെച്ചാൽ അത് സുന്നത്തായ കാര്യമാണ്, അത് ദീനിൽപ്പെട്ട കാര്യമാണ്. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഫത്വ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ പറയും അത് ബിദ്അത്താണെന്ന്. എന്താ ബിദ്അത്ത്, എന്താ സുന്നത്ത്? ഓരോ ചെക്കന്മാർ, അന്തല്ലാത്ത ചെക്കന്മാർ ദൂർത്തടിച്ച് ഫ്ലെക്സ് വെക്കണൊക്കെ ഞങ്ങൾ ദീനിന്റെ പേരിൽ ദീനിന്റെ അക്കൗണ്ടിൽ ബിദ്അത്തിന്റെ അക്കൗണ്ടിൽ കൊണ്ട് ഈ തള്ളല ഞങ്ങളെ പണി തന്നെ. നിങ്ങൾ ആദ്യം ബിദ്അത്ത് എന്താന്ന് പഠിക്കടോ, നിങ്ങൾ ആദ്യം സുന്നത്ത് എന്താന്ന് പഠിക്ക്. സുന്നത്തും ബിദ്അത്തും പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ശിർക്കും തൗഹീദും വരെ നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല. ലോകം മൊത്തം നിയന്ത്രിക്കുന്നത് ഔലിയാക്കളാണ് ഞങ്ങളെ വിശ്വാസം. ഈ കോഴിക്കോട് നിന്ന് 36 കൊല്ലം മുമ്പ് മരിച്ചുപോയ മടവൂരി എന്ന് പറയുന്ന ഉണക്കച്ചുള്ളിയായ ഒരു മനുഷ്യൻ, അയാളൊന്ന് കണ്ണടച്ചു കഴിഞ്ഞാൽ ഫ്ലൈറ്റുകൾ കൂട്ടിമുട്ടും, കപ്പലുകൾ തകരും. അയാളുടെ കയ്യിലാണ് ഇവിടെ അർഷും കുർസിയും എല്ലാം. അയാൾ അറിയാതൊരു ഇല പോലും അനങ്ങില്ല. അയാൾ സ്വർഗം കൊടുക്കും, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും എന്നൊക്കെ തോന്നിയാസങ്ങൾ പറയാൻ നിങ്ങൾക്ക് ശിർക്കെന്താ തൗഹീദ് എന്താ മനസ്സിലാക്കണം. നിങ്ങൾ ഈ ബിദ്അത്തിനെ കുറിച്ച് പറയണതിൽ ഞങ്ങൾക്ക് യാതൊരു അത്ഭുതമില്ല. അത്ര അന്തങ്ങൾക്കുള്ളൂ. പിന്നെ കൗമിന്റെ കഥ കണ്ടോ? കൗമിനെ നയിച്ചു കൊണ്ടിരിക്കുന്ന വലിയ വലിയ ഉസ്താദക്കന്മാരാണ് ഈ വക തോന്നിയാസങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതുപോലെയുള്ള വിഡിത്തം പുലമ്പുന്ന ദീനിന്റെ അടിസ്ഥാന കാര്യങ്ങൾ പോലും അറിയാത്ത ഇത്തരം ഉസ്താദുമാരുടെ ഫത്വകളിൽ വഞ്ചിതരായി നബിദിനാഘോഷമെന്ന ബിദ്അത്തിന്റെ ഭാഗവാക്കായി മാറി നിങ്ങളുടെ പരലോകം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് എന്നാണ് സാധാരണക്കാരായ സമസ്തക്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾക്ക് മനസ്സിലായി നിങ്ങളുടെ വികാരം. നിങ്ങൾ റസൂലിനുള്ള സ്നേഹം കൊണ്ടായിരിക്കും ഇത് ചെയ്യുന്നത്. റസൂലുള്ളാഹിനുള്ള സ്നേഹം കൊണ്ടാണെങ്കിൽ ആ റസൂല് കാണിച്ചു തന്ന ദീന് നിങ്ങൾ മുറുകെ പിടിക്കുക. ആ റസൂല് ഫർളായി ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക. ആ റസൂല് ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുക. സുന്നത്തായ കാര്യങ്ങൾ പരമാവധി ജീവിതത്തിൽ പകർത്തുക. അങ്ങനെയാണ് റസൂലുള്ളാഹിനെ സ്നേഹിക്കേണ്ടത്. റസൂലുള്ള പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട്, അല്ലാതെ റസൂലുള്ള പറയുന്ന കാര്യങ്ങൾക്ക് എതിരെ മുഴുവനും ചെയ്തുകൊണ്ട് റബീഉൽ അവ്വൽ മാസത്തിൽ റസൂലുള്ളാഹിന്റെ ജന്മദിനം ആഘോഷിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിച്ച നബി സ്നേഹമാകൂല. ഒരുത്തം അവൻ്റെ ബാപ്പ പറഞ്ഞ ഒരു കാര്യം ചെയ്യൂല. ബാപ്പ അങ്ങോട്ട് വാടാറിഞ്ഞാൽ അങ്ങോട്ട് പോകും. ബാപ്പ രാത്രി തന്നെ പെരേക്ക് വരണമെന്ന് പറഞ്ഞാൽ നട്ടപ്പാതിര വരെ അങ്ങാടി തെണ്ടി തിരിഞ്ഞടക്കും. കള്ളു ഷാപ്പ് പോയി കള്ളുടിച്ച് കുത്തി മറിയും. അങ്ങനെ എല്ലാ തോന്നിയാസങ്ങളും ചെയ്യുക. ബാപ്പ പറഞ്ഞതിനെതിരെ മാത്രം ചെയ്യുന്നൊരു മോനെ, ബാപ്പാന്റെ ജന്മദിനം വന്നു കഴിഞ്ഞാൽ ഇന്റെ വാപ്പ സിന്ദാബ എന്ന് പറഞ്ഞ് കൊടിയും പിടിച്ച് റോട്ടുമ്മ ഇറങ്ങി മുദ്രാവാക്യം വിളിച്ചു കഴിഞ്ഞാൽ ഓന് പിരാന്തെന്ന് ആൾക്കാർ പറയാ. ബാപ്പാനുള്ള സ്നേഹം എന്ന് പറയില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ കാണിച്ചു തന്നത്, റസൂലുള്ള അന്ന് കാണിച്ചു തന്നതാണ് ഇന്നും ദീന്. അന്ന് കാണിച്ചു തരാത്ത, അനുഷ്ഠിക്കാത്ത, ആചരിക്കാത്ത ഒരു കാര്യവും ഇന്ന് ദീനായി പരിഗണിക്കപ്പെടുന്നതല്ല. അതാണ് സലഫികൾക്ക് പറയാനുള്ളത്. നിങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാളും വലിയ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനേക്കാളും വലിയ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹും അവരെക്കാളും വലിയ നബി സ്നേഹികളാകാൻ നിങ്ങൾ മെനക്കെടേണ്ട, സാധിക്കുകയില്ല. അവര് റസൂലുള്ളാഹിക്കും വേണ്ടി ജീവൻ പണയപ്പെടുത്തിയ, ജീവൻ കൊടുക്കാൻ തയ്യാറായ, അങ്ങേയറ്റം റസൂലുള്ളാഹിനെ സ്നേഹിച്ച മഹാന്മാരായ സ്വഹാബത്ത് ഇല്ലാത്ത നബി സ്നേഹം നിങ്ങൾ ചെയ്യണ്ട. അവര് നബിനോടുള്ള സ്നേഹം മൂത്തിട്ട് നബിദിനാഘോഷം നടത്തിയിട്ടില്ലെങ്കിൽ അത് നടത്താൻ പാടുള്ളതല്ല, അതിന് മെനക്കെടാൻ പാടുള്ളതല്ല. അതിന് ബദലായി ഈ പുരോഹിതന്മാർ നിങ്ങളുടെ തലയിലേക്ക് അടിച്ചു കയറ്റുന്ന ഈ വിഷലിപ്തമായ ആശയങ്ങൾ അവരുടെ ഉദരപൂരണത്തിന് വേണ്ടി മാത്രമുള്ളതാണ് എന്ന് മനസ്സിലാക്കി യഥാർത്ഥ ദീൻ പഠിക്കാൻ സാധാരണക്കാർ തയ്യാറാകണമെന്നാണ് ഈ അവസരത്തിൽ നമുക്ക് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഇനി ഇപ്രാവശ്യം നബിദിനത്തിന് എന്തെല്ലാം തോന്നിയാസങ്ങളാണ് പുതിയതായി ഇവർ കൊണ്ടുവരാൻ പോകുന്നത് എന്ന് കാത്തിരുന്ന് കാണാം. അതിനനുസരിച്ച് ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.